ഏറ്റവും ആദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരീ സഹോദരന്മാരെ, SSFിൻ്റെയും SYSൻ്റെയും SMA-യുടെയും മറ്റു സംഘ കുടുംബാംഗങ്ങളുടെയും ധീരരായ പ്രവർത്തകരെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അഷ്റഫുൽ വറ സയ്യിദുൽ വുജൂദി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1488ാമത് ജന്മദിനം ആഗോളതലത്തിൽ സമുചിതമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം എല്ലാ ഡിവിഷനുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന മീലാദ് സമ്മേളനങ്ങളുടെ ഭാഗമായി ഓമശ്ശേരി ഡിവിഷൻ സംഘടിപ്പിച്ച മഹത്തായ മീലാദ് സമ്മേളനത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിലൊരു ലൈറ്റ് മതിയോ മോനെ? ഒരെണ്ണം ഓഫാക്കാൻ പറ്റും? എല്ലാം കൂടി ഒറ്റ കണക്ഷനാ? അല്ല, ഈ ഒരെണ്ണം ഈ സൈഡിൽ എല്ലാം കൂടി മുഖത്തിങ്ങനെ, അല്ലെങ്കിൽ ഒരല്പം തിരിച്ചു വെച്ചാലും മതി. വിശ്വപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലണം. നിങ്ങളെല്ലാവരും ചൊല്ലുന്നുണ്ട്. എന്നാൽ നമുക്ക് വലിയ ആവേശമാണ് സ്വലാത്തിൻ്റെ ഉന്നതമായ മുദ്രാവാക്യം മുഴങ്ങുന്ന മജ്ലിസ്. മാത്രമല്ല, നമ്മുടെ ഈ സദസ്സിൻ്റെ ആത്മീയ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മർഹൂം KTC അബ്ദുൽ ഖാദർ എന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ രക്തസാക്ഷി, ആ ആത്മാവിനും സന്തോഷിപ്പിക്കാൻ നമുക്ക് വിളിക്കാനുള്ള മുദ്രാവാക്യം പ്രകോപനത്തിൻ്റെതല്ല, സ്നേഹത്തിൻ്റെ ഹബീബായി മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, ഈ ഒച്ചയിൽ അവസാനം വരെ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേവലം ആദരി പ്രഭാഷകനായ ഒരു പുരോഹിതനാകാതെ, ഓർഡറുകൾ മാത്രം കൈമുതലുള്ള ഒരു ചക്രവർത്തിയാകാതെ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണെന്ന് പ്രഖ്യാപിക്കുകയും നിഖില മണ്ഡലങ്ങളിലും 100 മേനി പ്രയോഗവൽക്കരിച്ച് ലോകത്തിന് മാതൃകയാകുകയും ചെയ്ത ഏറ്റവും വലിയ നേതൃത്വമാണ്, സുപ്രീം ലീഡർഷിപ്പാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈയക്തികമായ വൈശിഷ്ട്യത്തെ സംബന്ധിച്ച്, അവിടുത്തെ നേതൃത്വത്തിൻ്റെ അഭൗമമായ ആദരവിനെ സംബന്ധിച്ച്, അവിടുത്തെ പ്രവർത്തന പാതയിലെ മാതൃകയെ സംബന്ധിച്ച് 6
ആർക്കും ലോകത്ത് സംശയിക്കാൻ ഇടയില്ല. അത്രത്തോളം പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു സമ്പൂർണ്ണ നേതൃത്വമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി. ആ വിഷയത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ വേദിയിൽ വിശാലമായി കടക്കുന്നില്ല. ലോകത്ത് ഏതെല്ലാം സമൂഹത്തോട്, ഏതെല്ലാം വിഭാഗത്തോട് വിമോചനത്തിന്റെയും സ്നേഹത്തിന്റെയും മേഖല തുറന്നുകൊടുക്കേണ്ടതുണ്ടായിരുന്നോ അത് മുഴുവനും ലോകത്ത് സമഗ്രമായി തുറന്നുകൊടുത്ത സമ്പൂർണ്ണ നേതൃത്വമാണ് ഹബീബായ റസൂലുള്ളാഹി. നമുക്കറിയാം, ജീവിതം തന്നെ നിഷേധിക്കപ്പെട്ടിരുന്ന ജനിച്ചു വീണ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന കാടത്തത്തിന്റെ ഭീകരതയുടെ പര്യായമായിരുന്ന കാട്ടറബികളെ ആ പെൺകുഞ്ഞിനെ ഭദ്രമായി വളർത്തിക്കൊണ്ടുവന്നാൽ സ്വർഗം കൊടുക്കാമെന്ന് ഔദ്യോഗികമായി ഓഫർ ചെയ്ത നേതാവാണ് ഹബീബായ റസൂലുള്ളാഹി. മനുഷ്യാവകാശം തന്നെ കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ നിന്ന് മാനവിക സമൂഹത്തിന്റെ നേർപകുതിയാണ് എന്ന വ്യക്തമായ പ്രഖ്യാപനത്തിൽ തുടങ്ങി അവർക്ക് സ്വത്തവകാശവും മനുഷ്യാവകാശവും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മഹറെന്ന വിവാഹ മൂല്യം പോലും കൊടുത്തിരിക്കണമെന്നും, അങ്ങനെ ഒരു മൂല്യം കൊടുത്താൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചരക്ക് പോലെ എന്തും നിനക്ക് അവരിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ധാരണ വേണ്ട എന്നും വആശിറൂഹുന്ന ബിൽ മഅറൂഫി എന്ന പരിശുദ്ധമായ ഉപദേശം നൽകുകയും അവസാനം മാതൃത്വത്തിന്റെ പവിത്രത കൊണ്ട് ആ പാദത്തിൻ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മനസ്സിലാക്കണം, അങ്ങനെ സ്ത്രീകൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന അപജയത്തെയും അവഗണനയെയും പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരീ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പകുതിയാണ് എന്ന ബോധ്യം സമൂഹത്തിന് വരുത്തി അവരെ കൈപിടിച്ചുയർത്തിയ നേതാവാണ് സ്നേഹത്തിന്റെ റസൂലായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുപോലെ ഏത് വിഭാഗത്തിലേക്കും നമുക്ക് നോക്കിയാൽ ഈ സ്നേഹം എന്തുകൊണ്ടാണ് നബിതങ്ങൾക്ക് കിട്ടിയത്? സ്നേഹം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കിയ നേതാവായതുകൊണ്ടാണ്. തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി കാറൽ മാർക്സ് രംഗത്ത് വന്നുവെങ്കിൽ അദ്ദേഹത്തിന് അതിന് മാതൃകയായതും പഠിപ്പിച്ചു കൊടുത്തതും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. തൊഴിലാളിയുടെ മനുഷ്യത്വം പോലും ഹ്യൂമാനിറ്റി പോലും പരിഗണിക്കാത്ത ഒരു കാലഘട്ടത്തിൽ വിയർപ്പിന്റെ കണങ്ങൾ തിരികെ വറ്റുന്നതിന് മുമ്പ് അധ്വാനത്തിന്റെ പ്രതിഫലം കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുകയും അത് പ്രായോഗിക തലത്തിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ. തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് ബൂർഷ്വാസികളുടെ അരമനകളിൽ കയറാൻ പോലും അഷ്റഫുൽ ഖൽഖ് തയ്യാറായിരുന്നു. മുഹമ്മദ് മുസ്തഫ 100 സ്വലാത്ത് നമ്മുടെ ഈ സദസ്സ് തീരും മുമ്പ് നാം ചൊല്ലും. ആ സ്വലാത്ത് ചൊല്ലിയാൽ വണ്ണമായ ശിക്ഷയിൽ നിന്ന് ആഖിറത്തിൽ നജാത്ത് നമുക്ക് ലഭിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ ബൂർഷ ആയിരുന്ന അബൂജഹലിന്റെ വീട്ടിലേക്ക് വരെ ആ വിഷയത്തിന് പോയി. അബൂജഹൽ നമ്മുടെ ആളല്ല, ഉറക്കെ പറഞ്ഞു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ വീട്ടിലേക്ക് ചെന്നു. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ജാഥ പോലെ ഒരു സംഘം വരികയാണ്. ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നതിന് വേണ്ടി ആവേശത്തിമർപ്പിൽ വരുന്ന സംഘമായിരിക്കാം.
ലോകത്തിന്റെ കണ്ണ് അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് അദബില്ലാതെ മുഹമ്മദ് എന്ന് വിളിക്കുകയാണ്. നമ്മൾ കേട്ടോണ്ടിരുന്നാ പോരാ, റസൂലുള്ളാഹി ആ വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ അബൂജഹലിന്റെ തൊഴിലാളികളാണ്, ഞങ്ങൾക്കവൻ കൂലി തന്നിട്ടില്ല, ഒന്ന് വാങ്ങിത്തരാമോ? അള്ളാന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ അവന്റെ ലേബേഴ്സ് ആണ് എന്ന് പറയുന്നത് സത്യമാണോ? അതെ. നിങ്ങൾ അവന് ജോലി ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. കൂലി തന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ വാദം സത്യമാണോ? അതെ. എങ്കിൽ എൻ്റെ കൂടെ വരിക. നേരെ പോയി അബൂജഹലിന്റെ വീട്ടിലേക്ക്. അബൂജഹൽ, നിങ്ങൾ നന്നായി ഉറക്കെ പറഞ്ഞോളൂ, കുറച്ച് ദൂരെ ഇരിക്കുന്നുണ്ട്. ആ നല്ല ശബ്ദം കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ചെറിയ ദൗർബല്യം കൂടിയുണ്ട്, വീക്ക്നെസ്. അതായത് അങ്ങനെ ഉറക്ക സ്വലാത്ത് കേട്ടില്ലെങ്കിൽ സാധുവായ ഞാൻ ഉറങ്ങിപ്പോകും. ഇറങ്ങിപ്പോകുമെന്ന ഭീഷണിയല്ല, ഉറങ്ങിപ്പോകും. വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരികയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങുന്നതിന് മഗ്‌രിബ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇശാ നിസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളാ വാതിലേക്ക് ചെന്ന് കതകിന് മുട്ടി. അകത്തു നിന്നതാ കടന്നു വരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ വാതിലിൽ കണ്ട ഉടനെ അബൂജഹൽ പുലിയെ കണ്ട എലിയെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. ചോദിച്ചു, എന്താണ് മുഹമ്മദേ ഈ സമയത്ത് ഇങ്ങോട്ട്? ഇതിന്റെ സൗണ്ട് അല്പം കുറച്ച്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു അബൂജഹലിനോട്, ഈ കാണുന്നത് നിന്റെ തൊഴിലാളികളാണോ? അതേ. കൊച്ചുകുട്ടിയെ പോലെ മറുപടി പറഞ്ഞു. അവർക്ക് ജോലി ചെയ്തിട്ട് കൂലി കൊടുത്തില്ലെന്ന് പറയുന്നു, ജോലി ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ? അതെ. കൂലി കൊടുത്തില്ലെന്ന് പറയുന്നത് കറക്റ്റാണോ? അതെ. എങ്കിൽ കൊണ്ടുവരൂ നിന്റെ പണപ്പെട്ടി. ഒരു കൊച്ചു കുട്ടിയെ പോലെ അനുസരിച്ച് അകത്തളത്തിൽ നിന്ന് പണത്തിന്റെ ബാഗ് എടുത്തു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ അതങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് അർഹമായ വേതനമെടുത്ത് വിതരണം ചെയ്യുകയാണ്. ആ ബൂർഷ്വായുടെ കൺമുന്നിൽ വെച്ച് വിതരണം ചെയ്ത ശേഷം ഇന്ന് ആധുനിക ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കൾ ചെയ്യുന്നത് പോലെ ഒരു ഷെയർ തന്റെ പോക്കറ്റിലും ഇരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചില്ല. അതിന്റെ കമ്മീഷൻ പറ്റാൻ തയ്യാറായില്ല. അവർക്ക് അർഹമായ വേതനം കൊടുത്ത് ബാക്കി മുഴുവനും അതിൽ വെച്ചിട്ട് ആ ബാഗ് തിരിച്ചേൽപ്പിച്ചിട്ട് പറയുന്നു, ഡോണ്ട് റിപ്പീറ്റ്, മേലാൽ ആവർത്തിക്കരുത് അബൂജഹൽ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തൊഴിലാളി വർഗത്തിന്റെ മോചനം കാറൽ മാർക്സിന് പോലും പഠിപ്പിച്ചു കൊടുത്തത്. അവിടെ മാത്രമല്ല, രാജ്യസ്നേഹത്തിന്റെ നെറുകയിൽ ഈ രാഷ്ട്രത്തിന്റെ പിതാവായി അറിയപ്പെട്ട ഗാന്ധിജിക്ക് ആ സ്നേഹ പരിസരം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ആരാണ് മാതൃക കാണിച്ചു കൊടുത്തത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഷഫീഖ് ആ ടാബിനും. അപ്പോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാതൃക കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വിശ്വാസത്തിന്റെ ഭാഗമായി ജനിച്ചു വീണ അല്ലെങ്കിൽ ജീവിക്കുന്ന രാജ്യത്തോട് കാണിക്കേണ്ട ബന്ധം മനസ്സിലാക്കി തന്നതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ മമ്പുറം തങ്ങളും വെളിയങ്കോട് മർഖാദി റളിയല്ലാഹു അൻഹുവും മൗലാന മുഹമ്മദ് അലി ശൗക്കത്ത് അലി ഹസ്രത്ത് മഹാനി കുഞ്ഞാലി മരക്കാർ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ മൂസക്കുട്ടി മുസ്ലിയാർ ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദഹു ഹൈദർ അലി ഖാൻ ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അനവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ രാജ്യത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പകർന്നു തന്ന വികാരമാണ്. നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഏത് നന്മയുടെ മേഖല പരിശോധിച്ചാലും, നിങ്ങൾക്കറിയുമോ, കുട്ടികളോടുള്ള സ്നേഹം എന്ന മാനദണ്ഡത്തിൽ ജവഹർലാൽ നെഹ്റുവിന് മുദ്രാവാക്യം വിളിക്കുന്നവരാണ് നാം. ജവഹർലാൽ നെഹ്റുവിന് ശിശുക്കളോടുള്ള സ്നേഹം ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് കാണാം. നിങ്ങൾക്കറിയുമോ, അവിടുന്ന് വലിയൊരു കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വരുമ്പോൾ ഒരു അവർണനായ പ്രവർത്തകന്റെ പേരക്കുട്ടിയെ അതാ അവിടെ കൊണ്ടുവന്ന് ആ സദസ്സിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു സവർണനായ ജവഹർലാൽ നെഹ്റു. വലിയ ലീഡറായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിറഞ്ഞു നിന്ന അന്നത്തെ ഭാരതീയ സംസ്കാരത്തിൽ അതൊരു വേറിട്ട വിപ്ലവമായി ചരിത്രം എഴുതി. 10,000-കണക്കിന് അനുയായികൾ ആർത്തു വിളിച്ചു, ജയ് നെഹ്റുജി. ആ സംഭവമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് സ്യൂട്ടായ ടൈറ്റിൽ ചിൽഡ്രൻസ് ഡേ എന്നതാണ് എന്ന് പറയാൻ ഉപോത്ബലകമായി ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ, ജവഹർലാൽ നെഹ്റുവിന് ശിശു സ്നേഹം പഠിപ്പിച്ചു കൊടുത്ത മദീനയുടെ സ്നേഹ നേതാവാരാ? റൗള ഷരീഫിൽ മദീനയുടെ മലർവാടിയിൽ ക്ഷീണമില്ലാതെ വിശ്രമിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് മുസ്തഫ തങ്ങളവറുകളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച പുന്നാര നബിതങ്ങൾ, കറിയില്ലാതെ പത്തിരി കൊടുക്കണമെന്ന് വ്യക്തമായി പഠിപ്പിച്ച് ഭാവിയിൽ അവരൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും അവനെ കൂട്ടുകയാണോ ചെയ്യുന്നത്, കുറയാണോ? കുറയ്ക്കാനാ പറഞ്ഞത്, ഇത് കുറയ്ക്കാൻ. അങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിച്ച നേതാവാണ്. മാത്രമല്ല, ആ ലോകൈക നേതാവ് ഒരു ദിവസം പെരുന്നാളിന് മദീനത്തെ പള്ളിയിലേക്ക് അതാ ഇമാമത്തിന് പോകുന്ന വേളയിൽ പബ്ലിക് റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ടൊരു കുഞ്ഞ് കരയുകയാണ്. ആ കുഞ്ഞിന്റെ കോലം ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മുത്തിയ കുഞ്ഞിനെ പോലെ സ്നോ ഇട്ട പൗഡറിട്ട ചെറിയ പെൺകുട്ടിയല്ല, മറിച്ച് ഒരു വള്ളി നിക്കറിട്ട ആൺകുട്ടിയാണ്. ഈ നിക്കറിന്റെ ചുവട് രണ്ട് ഭാഗവും ഇന്ത്യയുടെ ഭൂപടം വരച്ചതുപോലെ അതാ ഒരു തർത്തീപുമില്ലാതെ കീറിക്കിടക്കുന്നു. നയാഗ്ര വെള്ളച്ചാട്ടം കണക്കെ മൂക്കിന്റെ പാലത്തിലൂടെ വെളിയിലേക്ക് ഒലിക്കുന്നുണ്ട്. പൊടി പിടിച്ച ആ കുഞ്ഞിന്റെ സമീപത്ത് വന്ന് ലോകൈക നേതാവ് അത്ര ആവശ്യമില്ലാതെ സുഗന്ധപൂരിതമായ അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ മായുബ്കീക യാ ബുനയ്യ, അവിടുത്തെ സ്നേഹരസന കൊണ്ട് ചോദിക്കുന്നു, കുഞ്ഞുമോനെ കരയുന്നത് എന്തിനാണ്? ആ കുഞ്ഞു പറഞ്ഞു, എനിക്ക് മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പൂമ്പാറ്റകളെ പോലെ എൻ്റെ കൂട്ടുകാര് പാറി നടക്കുമ്പോൾ, ചിത്രശലഭം കണക്കെ പറന്നു നടക്കുമ്പോൾ അതിലൊരു മെമ്പറായി മാറാൻ പുത്തൻ പുടവകൾ അണിഞ്ഞ് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാലോചിച്ച് കരയുകയാണെന്ന് പറഞ്ഞപ്പോൾ മുഅ്ജിസത്തിന്റെ മുസബ്ബിഹ അവരിൽ നീട്ടിക്കൊടുത്തുകൊണ്ട് പറയുന്നു, മോനെ പിടിച്ചോളുക. ആകെ പിടിക്കാൻ കിട്ടിയ ആശ്രയമെന്ന നിലക്ക് 5 വിരലും അമർത്തി ആ കുഞ്ഞു പിടിക്കുമ്പോൾ അതാ രാജ്ഞിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ബീവിയോട് പറയുന്ന, ആയിഷ
എണ്ണ തേച്ച് കുളിപ്പിച്ച് ഉള്ളതിൽ മെച്ചപ്പെട്ട വസ്ത്രമണിയിച്ച് എന്റെ കൂടെ വിടണം ആയിഷ. അതാ ഞൊടിയിടയിൽ അത്തരം സംവിധാനങ്ങളൊക്കെ പൂർത്തീകരിച്ച് സത്യപ്രവാചകരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നോ അതുപോലെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. തുടക്കത്തിൽ തന്നെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ഇനി നീ യതീമല്ല, നിന്റെ ഉപ്പ ഈ നിൽക്കുന്ന മുഹമ്മദ് നബിയാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൻ. ഈ നിൽക്കുന്ന ആയിഷ നിന്റെ മാതാവാൻ. താടിക്ക് പിടിച്ച് കുലുക്കി മാറിനോട് നെഞ്ചിനോട് ചേർത്തു വച്ച് ഒരു പിതൃ സ്നേഹത്തെക്കാൾ ഊഷ്മളമായ ആ സ്പന്ദനം ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് പകർന്നുകൊടുത്ത സ്നേഹത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കുട്ടികളോട് സ്നേഹം കാണിച്ച നേതാവ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ നോക്കിയാൽ അന്നത്തെ ഏറ്റവും വലിയ കമ്പോളം മനുഷ്യനെ വിൽക്കുന്ന കമ്പോളമായിരുന്നു അടിമകളുടെ കച്ചവടം. ആ അടിമ കച്ചവടത്തിൽ മനം നൊന്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി അബോളിഷൻ ഓഫ് സ്ലേവറി എന്ന അടിസ്ഥാനത്തിൽ എബ്രഹാം ലിങ്കൺ അമേരിക്കൻ കാപ്പിരി അടിമകളോട് കാണിച്ച കാട്ടാളത്വത്തിനെതിരെ അതാ സമരം നയിച്ചുവെങ്കിൽ എബ്രഹാം ലിങ്കന് അതിന് പ്രേരണ നൽകിയ നേതാവാരാ? പാഠം പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് പഠിപ്പിച്ചു, ആ അടിമകളുടെ വിമോചനം ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. മാത്രമല്ല ലോകൈക രാജാവിന്റെ പ്രിയപ്പെട്ട മകൾ രാജകുമാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാനാസ് കല്ല് പിടിച്ച് കൈ കൊടുന്നല്ലോ, ഖിദ്മത്തിനാളില്ലാതെയും വലഞ്ഞല്ലോ. ഉടൻ തന്നെ സയ്യിദുനാ അലി പറയുന്നതായി, വെള്ളം വലിച്ചു വലിച്ചു വേദന നെഞ്ചിനായി, അതുകൊണ്ടൊരടിമയെ കിട്ടണം എന്നുള്ളതാ, ഇത് പറയുവാനായി തന്നെ ഞങ്ങൾ വന്നതാ. ഈ അപ്പീൽ ബോധിപ്പിക്കുന്ന സമയത്ത് ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ നാളെ മഹ്ശറിൽ ആരാണ് മോളെ നിനക്ക് തുണ? ആരാണ് മോളെ നിനക്ക് സെർവന്റ് സിറാത്തുൽ മുസ്തഖീമിന്റെ അടുക്കൽ? അതുകൊണ്ട് എന്റെ പൊന്നുമോളെ വീട്ടിലുള്ള ജോലി ഒറ്റക്ക് ചെയ്തു തീർത്ത് അലിയാര് തങ്ങൾക്ക് ഖിദ്മത്തെടുത്തു കൊടുക്കുമോളെ എന്ന് ലോകൈക നേതാവ് അവിടുത്തെ പൊന്നുമോളെ പറഞ്ഞ് തിരിച്ചയക്കുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകരുടെ സ്നേഹ സാമ്രാജ്യത്തിൽ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തും ഇഷ്കും വെച്ച അടിമകളാണെങ്കിൽ പോലും നബി തങ്ങൾ എത്ര പരിഗണിച്ചിരുന്നു എന്നതിനൊരു ചെറിയ ഉദാഹരണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ കാലഘട്ടം, അവിടുന്ന് ഒരിക്കൽ അതാ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, ജുമഅക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധമായ കഅബ ശരീഫിലെത്തിയപ്പോൾ അവിടെ കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ ഇവിടെ ദുആയിരുന്നു. അറഫ മൈതാനിയിലേക്ക് പോയി പടച്ചവനോട് ദുആയിരുന്നു. എന്നിട്ടും മഴ പെയ്തിട്ടില്ല. നമ്മുടെ പാപം കാരണമായിരിക്കാം നമുക്കിന്നും ഇവിടെ ദുആയിരുന്നിട്ട് അറഫ മൈതാനിയിലേക്ക് പോകണമെന്ന് അവിടുത്തെ മുഫ്തി അനൗൺസ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഈ ഹറമിൽ നിന്ന് പരിശുദ്ധമായ അറഫ മൈതാനിയിലേക്ക് പോയി. അറഫ മൈതാനിക്ക് പൂർണ്ണമായ പ്രൗഢിയുള്ളത് ദുൽഹജ്ജ് 9-നാണ്. എന്നാൽ അന്നത്തെ ദിവസം അവര് തീരുമാനിച്ചങ്ങനെ പോയി. അറഫ മൈതാനിയിലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, കണ്ടാലത്ര ആകർഷണീയമല്ലാത്ത വേഷം ധരിച്ച ഒരു പാവപ്പെട്ട, അതേ മെലിഞ്ഞൊട്ടിയ ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് ജാടകളൊന്നുമില്ല. ഈ
മഴയുടെ ആവശ്യം അദ്ദേഹത്തിന് എന്താണ് അതും നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം അങ്ങോട്ട് പോകുന്ന കണ്ടു. ആ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. അവിടെ ചെന്ന് അറഫ മൈതാനിയിൽ സുജൂദിലായി വീണു. ഈ മനുഷ്യൻ സുജൂദിലായി വീണിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബേ, മക്കക്കാർക്ക് മഴയില്ല റബ്ബേ, അത് പെയ്യാതെ ഞാൻ ഈ തല ഉയർത്തുന്ന പ്രശ്നമില്ല. ചില കണ്ടാൽ ആഗ്രഹിക്കാത്ത വാതിലുകളിൽ വന്നാൽ ഗേറ്റടച്ചേരെ എന്ന് പറയാവുന്ന തരത്തിൽ വളരെ അപരിചിതരും അപരിഷ്കൃതരുമായി ബാഹ്യമായി തോന്നുന്ന കോലത്തിലുള്ള ചില ആളുകളുണ്ട് കേട്ടോ. അവരിൽ ചിലരെ നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്. അവർ അല്ലാഹുവിന്റെ നൂറിനാൽ നോക്കുന്നവരാണ്. ലൗ അഖസമ അലല്ലാഹി ലാ ബറ, അല്ലാഹുവോട് വല്ലതും സത്യം ചെയ്തവരങ്ങ് പറഞ്ഞാൽ അല്ലാഹു തആല അവരോടുള്ള സ്നേഹം കൊണ്ട് അതങ്ങ് നടപ്പിലാക്കി കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദിലങ്ങ് വീണു ഈ മനുഷ്യൻ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, സുജൂദിൽ കിടന്ന് ഈ വർത്തമാനം പറഞ്ഞ ഉടനെ ആകാശത്ത് കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വേറൊരു സൈഡിൽ നിന്ന് ഒരു സംഘം കാർമേഘം വന്ന് ഇതിനോട് ചേർന്നൊരുമ്മി നല്ല സമൃദ്ധമായ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ യാതൊരുവിധ അനൗൺസ്മെന്റും ഇല്ലാതെ തിരിച്ചു പോവുകയാണ്. ആ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു അടിമക്കമ്പോളത്തിലേക്കാണ് പോകുന്നത്. അതിന്റെ കൗണ്ടറിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളല്ല, ബാക്കിൽ കെട്ടിയ തൊഴുത്തുപോലെയുള്ള സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുന്ന നാളെ മാർക്കറ്റിൽ വിൽക്കാനുള്ള ചരക്കുകളുടെ കൂട്ടത്തിലുള്ള അടിമയാ. ഞാൻ കരഞ്ഞുപോയി. ഞാൻ വീട്ടിലേക്കെത്തി. പരമാവധിയുള്ള സമ്പത്തെടുത്തെന്റെ കീശയിൽ കരുതി ഞാൻ ഓടി മാർക്കറ്റിലേക്ക് വന്നു. അപ്പോഴേക്ക് അടിമക്കമ്പോളം ഏതാണ്ട് പിരിയാറായി. പക്ഷേ എനിക്ക് അടിമക്കമ്പോളത്തിലെ ഒരു കൗണ്ടറും എന്റെ ലക്ഷ്യമല്ല. അദ്ദേഹം കടന്നുപോയ കൗണ്ടറേ എനിക്ക് ലക്ഷ്യമുള്ളൂ. ആ നിലക്ക് ഞാൻ ഓടി അവിടേക്ക് തന്നെ എത്തി. കൗണ്ടറിൽ ഇരുന്ന ആളിനോട് ചോദിച്ചു, എനിക്കൊരടിമയെ വേണമല്ലോ. അദ്ദേഹം പറഞ്ഞു, മാർക്കറ്റ് പിരിഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ബോധം തെളിഞ്ഞത്? ഇപ്പോഴാണോ അടിമയ്ക്ക് വരുന്നത്? അതെല്ലാം വിറ്റെല്ലാരും തിരിച്ചു പോയില്ലേ? എന്റെ കയ്യിലാണെങ്കിൽ ഉള്ള അടിമയൊക്കെ വിറ്റിട്ട് ഇനി 3 ലഈഫായ അടിമകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കിരീടം വെക്കാത്ത ചക്രവർത്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ. അവര് പറഞ്ഞു, എനിക്ക് ആ ലഈഫായ അടിമകളെ ഒന്ന് കാണിച്ചു തരാമോ? ഒന്നാമതൊരാളെ കൊണ്ടുവന്നു. നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട. രണ്ടാമതൊരാളെ കാണിച്ചു. അപ്പോഴും പറഞ്ഞു, ഇതും എനിക്ക് വേണ്ട. അപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ഇനി എന്തായാലും നാളെ വന്നാ മതി. കാരണം ഇനിയുള്ള അടിമ അദ്അഫാണ്, ഏറ്റവും ബലഹീനനാണ്. 20 ദീനാറിന് ഞാൻ വാങ്ങിയ അടിമയാണ്. 10 ദീനാറിന് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുടെ പിറകെ നടന്നിട്ട് പോലും ആരും വാങ്ങുന്നില്ല. അങ്ങനത്തെ അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടൂല. നിങ്ങൾ പോയിക്കോളൂ, നാളെ വന്നാൽ മതി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരുമോ? കണ്ട ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഇതു തന്നെയാണ് എനിക്ക് വേണ്ട അടിമ. നിങ്ങൾ 20 ദീനാറിന് മേടിച്ചതല്ലേ? നഷ്ടപ്പെട്ട് 10 ദീനാറിനൊന്നും തരണ്ട. ഇതാ 7 ദീനാർ ലാഭം ഉൾപ്പെടെ 27 ദീനാർ ഞാൻ അങ്ങ് തരാം എന്ന് പറഞ്ഞ് 27 ദീനാറിന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അടിമയും വാങ്ങി നടക്കുമ്പോൾ ഈ അടിമ അവിടെ റോഡില് സ്ഥലം, അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ സൗകര്യം.
ഇരിക്കുന്നതിന് ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ ഇടയ്ക്ക് 1-2 കസേരകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ ഇരിക്കാൻ വിഷമമുള്ള, അതായത് ഇരിക്കാൻ സീറ്റ് കിട്ടാത്തവർ അങ്ങനെ ഇടയ്ക്ക് കയറി വന്നാൽ ഒന്നുകൂടി ഒരു സെക്കൻഡ് കൂടി ഇവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് കസേരയിൽ ടച്ച് ചെയ്യാതെ ഫ്രണ്ടിൽ ഏതെങ്കിലും കസേര ഫ്രീ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കുക. കസേരയിൽ നിങ്ങൾ ടച്ച് ചെയ്യേണ്ട, കാരണം ഇനി മൈക്കുകാരൻ്റെ മുന്നിലെത്തിപ്പോവും. അങ്ങനെ അങ്ങ് ഇരുന്നാൽ ബാലൻസ് വരുന്നത് ബാക്കിൽ വരും, അതിലിരുത്താൻ പറ്റും. നിങ്ങൾ പിന്നെ ഓരോ വാഹനവും വരുമ്പോൾ റോഡിലേക്ക് നോക്കണ്ട. എൻ്റെ പോക്കറ്റിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഇന്ത്യയിലെയുമുണ്ട് ദുബൈയിലെയുമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊരു വണ്ടി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏറെക്കുറെ എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ, വോളിയം കുറഞ്ഞല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി. എൻ്റെ ഒറിജിനൽ സൗണ്ടിലല്ല ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്കറിയാം. തൊണ്ടയൊക്കെ പോയിട്ട് ആർട്ടിഫിഷ്യൽ സൗണ്ടിലാണ് ഇപ്പം സംസാരിക്കുന്നത്. അങ്ങനെ ആ പ്രയോഗം അത്ര ക്ലിയർ അല്ല, വേറെ ഒരു മെഷീനും വെച്ചല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹബത്ത് വച്ചാൽ അവിടുന്ന് എത്ര സ്നേഹമാണ് തരുന്നതെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം വരികയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ആടിമയെ 27 ദീനാറിന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആടിമ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് ചോദിച്ചു, അല്ല, ചിലര് സദസ്സിന്റെ മുമ്പിൽ വന്നിരിക്കൂല. എന്താണെന്നറിയോ? ഇടയ്ക്ക് വെച്ച് എഴുന്നേൽക്കുമ്പോൾ പ്രസംഗിക്കുന്ന മുസ്ലിയാർ പറയും, ഇരിക്കവിടെ, ആരാ എഴുന്നേറ്റ്? അങ്ങനത്തെ ഒരു വിഷയം എൻ്റെ സദസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഈ ലൈറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരെണ്ണം ഒന്ന് ഓഫാക്കി തന്നിരുന്നെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ പോകുന്ന മട്ടാപ്പം കാണും. ആ ചുമന്ന ലൈറ്റങ്ങ് ഒഴിവാക്കിയാൽ മതി, മറ്റേത് നിന്നോട്ടെ. അപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി അഹ്മദ് മുജ്തബ അസജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മന്തിഖി ഇദാ തലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ. സയ്യിദുനാ റസൂലുള്ളാഹി. സൂക്ഷിക്കണം കേട്ടോ, വയറിലൊക്കെ തൊടുന്നത് അങ്ങോട്ട് തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ അതങ്ങ് ഈ താഴത്തെ കട്ട് ചെയ്താൽ മതി. താഴത്താ പോകേണ്ടത്, വലുതൊന്നും പ്രശ്നമില്ല, ഈ ലൈറ്റാണ് വിഷയം. താങ്ക് യു. അപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുന്നാര നബി തങ്ങളുടെ മദ്ഹ് അതോതുന്ന ഈ മജ്ലിസിൽ നമുക്കൊരു 100 സ്വലാത്ത് ചൊല്ലാനുള്ള അവസരം ലഭിക്കുകയാണ്. അത് ചെറിയ അവസരമല്ല. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഈ മനുഷ്യനെ വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുമ്പോ ഈ അടിമ ചോദിച്ചു, അല്ല, ഇത്രയും കൂടിയ വില കൊടുത്ത് തന്നെ വാങ്ങിയതെന്തിനാ? എനിക്കൊരു സർവീസും ചെയ്യാനുള്ള ഹെൽത്ത് ആരോഗ്യമില്ലല്ലോ. ആ സമയത്ത് ആ അടിമയോട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, ഓ സഹോദരാ, നിങ്ങളിൽ നിന്നൊരു ഖിദ്മത്തും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് ഖിദ്മത്തെടുത്തു തരാം. ഒരു ബറക്കത്തിന് വാങ്ങിക്കൊണ്ടുവന്നതാ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങിയിട്ട് അതൊരു ബറക്കത്തിന് കൊണ്ടുവന്നതാണെന്നോ? ഇതങ്ങോട്ട് പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പഠിപ്പിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ ഈ അടിമയെ വാങ്ങിക്കൊണ്ടുവന്നതൊരു സന്തോഷത്തിനാണ്. അതേസമയം നിങ്ങളെ ഇത്രയും വില കൊടുത്ത് ഞാൻ വാങ്ങാൻ കാരണം, ഇന്നലെ നിങ്ങൾ അറഫ മൈതാനിയിൽ വന്ന് സുജൂദിൽ കിടന്ന് നിങ്ങൾ ദുആയിരന്ന്
അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ച് തിരിച്ചു വരുന്ന രംഗം എനിക്കറിയാം, ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഉടനെ ഈ മഹാൻ പറഞ്ഞു, പടച്ചവനെ എന്റെ കള്ളി വെളിച്ചത്തായല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ കാര്യമായി എന്നോട് പെരുമാറുന്നുവെങ്കിൽ എന്റെ ഒരു റിക്വസ്റ്റ്, എന്നെ ഒന്ന് സ്വതന്ത്രനാക്കി തരാമോ? ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, അന്ത ഹുർറുൻ അൽആന യാ ശൈഖ് ലിവജ്ഹില്ലാഹ്, താങ്കൾ ഇപ്പോൾ തന്നെ സ്വതന്ത്രനാണ്, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഞാനിതാ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അടിമത്വത്തിൽ നിന്ന് മോചിതനായ ഉടനെ ഇനി എന്തെങ്കിലും ദ്വാരക്കണമെങ്കിൽ ഉടമയായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കേണ്ട ബാധ്യതയില്ല. അങ്ങനെ വന്നപ്പോൾ ആ മഹാനുഭാവൻ ദ്വാരക്കുന്നു, പടച്ചവനെ ഞാനും നീയുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, എന്റെ വിവരം രഹസ്യ വിവരം ആരെടുത്തും നീ വെളിവാക്കില്ലെന്നുള്ളത്. അതേ സമയത്ത് ഇപ്പോൾ അത് എഗ്രിമെന്റ് പൊളിഞ്ഞിരിക്കുന്നു. ആ എഗ്രിമെന്റ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടമയായ നീ എഗ്രിമെന്റ് അവസാനിക്കാൻ സമയമായി എന്ന് ആധികാരികമായി എനിക്ക് വിവരം തന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ സംതൃപ്തനാണ്, ഞാൻ അടിമയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആ മനുഷ്യൻ ദുആരക്കുന്നു, പടച്ചവനെ അതുകൊണ്ട് ദുനിയാവിൽ ഇനി എനിക്ക് ജീവിതം വേണ്ട. പറഞ്ഞു തീരുമ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടൊരു സൈഡിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് ചരിയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ കയ്യിലിങ്ങ് താങ്ങിയെടുത്തു. മരണാനന്തര പരിപാലനങ്ങൾ മുഴുവനും പൂർത്തിയാക്കി. അവസാനം കഫൻ പൊതിയാൻ ഒരുങ്ങുമ്പോൾ കിട്ടിയ ഒരു തുണി ചെറുതായിട്ടൊരു സൈഡ് പൊടിഞ്ഞിട്ടുണ്ട്, ചെറിയ പൊടിച്ചിലുണ്ട്. വേറെ ഒരു തുണിയും ഇപ്പോൾ പുതിയത് കിട്ടിയില്ലല്ലോ, എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന നിലക്ക് ആ കഫൻ പുടവയൊക്കെ അണിയിച്ച് റാഹത്തായി ഖബറടക്കി അവിടുന്ന് പോരുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ. രാത്രിയാകുമ്പാതാ വരുന്നു ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കുന്നു, അബ്ദുല്ലാഹ് എന്റെ ഒരു മുഹിബ്ബും ആശിഖുമല്ലായിരുന്നോ അയാളെ നിങ്ങൾ ഖബറടക്കിയപ്പോൾ അല്പം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പുതിയ കഫൻ പുടവയിൽ യാത്രയാക്കിക്കൂടായിരുന്നു മോനെ അബ്ദുല്ലാഹ്. ധൃതി കാണിച്ചിട്ട് ആ കഫൻ പുടവ പുതിയതല്ലാതായി പോയല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഉണർന്നെഴുന്നേറ്റു, വളരെ വിഷമിച്ചു. നേരെ നടന്നു ആ ഖബറിന്റെ അടുക്കിലേക്ക്. എന്നിട്ട് അവിടേക്ക് പോയി ആ ഖബർ ഓപ്പൺ ചെയ്തിട്ട് പുതിയ കഫൻ പുടവ ആ ശരീരത്തിനൊരിക്കൽ കൂടി അണിയിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, അടിമക്കമ്പോളത്തിലെ ചരക്കായിരുന്ന ആശിഖിനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചത് കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അടിമ വിമോചനം പ്രഖ്യാപനം മാത്രമല്ല, അതിന് ശരിയായ റൂട്ട് തെളിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ. നെൽസൺ മണ്ടേല ഈ അടുത്ത സമയത്ത് വിയോഗം വന്ന ഒരു വലിയ രാഷ്ട്ര നേതാവാണ്. കറുത്തവന്റെ മോചനത്തിന് വർണ്ണവെറിക്കെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയ്ക്ക് ആ പോരാട്ടത്തിന് മാതൃക കാണിച്ചു കൊടുത്ത വിപ്ലവ നായകർ ആരാ? പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. കറുത്തവന്റെ മോചനത്തിന് ഇതിനേക്കാളും വലിയ വർണ്ണവെറിയുടെ കൂത്തരങ്ങായിരുന്ന രൗദ്രാക്ഷ പാപം പൂണ്ട മക്കയിലെ കാട്ടറബികളുടെ മുന്നിൽ വെച്ച് മസ്ജിദുൽ ഹറാമിന്റെ മുകൾ പരപ്പിലേക്ക് മക്കം ഫതഹിൽ കയറി വാങ്ക് വിളിക്കാൻ കറുത്ത ബിലാലിനെ, അതിനേക്കാൾ സഹിക്കാത്തത് താക്കോലെടുത്ത് വാതിൽ തുറക്കാൻ കൊടുത്തതും ബിലാലിന്റെ കയ്യിൽ. ആ സമയത്ത് ഒഫീഷ്യൽ ഓപ്പണിങ്ങിന്
ഒരു കറുത്തവനായ ബിലാലിനെ ക്ഷണിക്കുന്നതിന് പകരം പൂവമ്പഴം പോലെ സൗന്ദര്യമുള്ള നിരവധി മഹത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ആ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ന്യൂ കമേഴ്സ് സവർണർ ചിന്തിച്ചപ്പോൾ അള്ളാന്റെ റസൂല് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. നബിതങ്ങൾ ആ കൽബ് കണ്ടിട്ട് ലോകമാസകലം അന്ന് മുതൽ പ്രചരിപ്പിക്കാനുള്ള വിമോചനത്തിന്റെ മുദ്രാവാക്യം ലാ ഫദ്ല ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ. വെളുത്തവന് കറുത്തവനെക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ ഒരു സ്ഥാന വ്യത്യാസവുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന് തഖ്വ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ മാന്യൻ. ഭൗതിക ലോകത്ത് പലർക്കും പലതും മറച്ചു വെക്കാൻ കഴിയും. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് മാന്യൻ, ആരാണ് ബഹുമാനപ്പെട്ടവർ? ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുമ്പോഴും ദയനീയമായ ആ രംഗം നിങ്ങൾ കാഴ്ചവെക്കരുതേ എന്ന് യാചിച്ച പ്രിയപ്പെട്ട പ്രവർത്തകരടക്കമുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നുവെങ്കിൽ നാളെ ആഖിറത്തിൽ തഖ്വയുള്ളവനാണ് സ്ഥാനം കേട്ടോ. കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ ചോദിക്കട്ടെ, നെൽസൺ മണ്ടേലയ്ക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നല്ലേ ഈ മാതൃക കാണിച്ചു കൊടുത്തത്? മാത്രമല്ല അതിലേറെ അത്ഭുതം, ഈ നെൽസൺ മണ്ടേല കറുത്തവന് വേണ്ടി ശബ്ദിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഇത്ര വീര്യത്തോടെ പിടിച്ചു നിന്നത് പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ തേരുതെളിച്ച വിപ്ലവത്തിന്റെ വിജയഗാഥ ചരിത്രത്തിലൂടെ വായിച്ചെടുത്തിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും അതിലൊരു വ്യത്യാസമുണ്ട്. നെൽസൺ മണ്ടേല കറുത്തവരുടെ മോചനത്തിൽ ശബ്ദിച്ചെങ്കിൽ നെൽസൺ മണ്ടേലയുടെ നിറമെന്താ? വിച്ച് കളർ? ആരും മിണ്ടുന്നില്ല. ബ്ലാക്ക് പോരാ, വെരി ബ്ലാക്ക്. കറുത്ത് കരുവാളിച്ചവനാണ് നെൽസൺ മണ്ടേല. എന്നാൽ കറുത്തവന്റെ മോചനത്തിന്റെ പടപ്പാട്ടായി വന്ന പ്രവാചക പ്രവരർ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുത്തവരായിരുന്നോ മക്കളെ? അല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, തുല്യതയില്ലാത്ത സൗന്ദര്യം. ഒരു കാലത്ത് അസീസ് രാജന്റെ കൊട്ടാരത്തിൽ സുലൈഖ വിളിച്ചു വരുത്തിയ സ്ത്രീകൾ ആപ്പിളിന് പകരം കൈവിരൽ മുറിച്ചു. ആപ്പിളിന്റെ നീരാണെന്ന് കരുതി കൈവിരലിൽ നിന്ന് പൊട്ടി വന്ന് രക്തമൂറ്റി കുടിച്ചു. അതിനു കാരണക്കാരനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇരട്ടി സൗന്ദര്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങൾ ആ കറുത്തവരുടെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ചത്. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ലിസ്റ്റ് ഇങ്ങനെ നീട്ടിയാൽ എവിടെ പോയി നിൽക്കും? മദ്യനിരോധനത്തിന് ലോകത്തെ ഏറ്റവും വലിയ നേതൃത്വം മുഹമ്മദ് മുസ്തഫ. പട്ടിണി മരണങ്ങൾക്ക് അറുതി വരുത്തിയ നിരാശ്രയർക്ക് ആശ്രയം പകർന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ. അഗതികൾക്ക് ഗതി കാണിച്ചു കൊടുത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ. ലാ യുഖ്സീകല്ലാഹു അബദാ. അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ലെന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയാൻ മാത്രം 40 വയസ്സിന്റെ ജീവിതത്തിനിടയിൽ തന്നെ വലിയ സമ്പത്ത് സ്വരൂപിച്ച സ്നേഹ പരിസരത്തിന്റെ രാജാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കണ്ണ് കാണാൻ വയ്യാത്തവന് രക്ഷ നൽകിയ നേതാവ് മുഹമ്മദ് മുസ്തഫ. അന്ധന്റെ കൈപിടിച്ച് 40 ചുവടടി കൈപിടിച്ച് നടത്തിയാൽ സ്വർഗം ഉടനടി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാലുവയ്യാത്തവൻ, കൈവയ്യാത്തവൻ, അതാ ഡിസേബിൾഡ് ഗ്രൂപ്പ്, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകിയാൽ അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ നേതാവ് മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൽ ബന്ധപ്പെടാത്ത ഒരൊറ്റ ലോകവും ഇല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാവപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലുള്ള നിഷ്പക്ഷമായ നീതി പാവപ്പെട്ടവന് വലിയ ഉപകാരമായിരുന്നു. ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കാണും. സുനന്ദ പുഷ്കറോ, അവർ
മരിച്ചു. അതും തന്നെ ലോകത്തൊരു വലിയ വാർത്തയാ. യഥാർത്ഥത്തിൽ ശശി തരൂര് ശ്വാസം മുട്ടുന്നതും ശ്വാസം പിടിക്കുന്നതും എല്ലാം ട്വിറ്ററിലൂടെ അപ്പോഴേ ടൈപ്പ് ചെയ്ത് ലോകത്തെ അറിയിക്കുന്ന ആളാ. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുത്ത് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞിട്ടും അദ്ദേഹം രാവിലെ AICC സമ്മേളനത്തിന് പോയി, പിന്നെ ഏതോ ഒരു മീറ്റിങ്ങിന് പിന്നെയും പോയി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് വന്നു. ഭാര്യ അകത്തുറങ്ങുകയാണെന്ന് കരുതി ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഹാളിലിരുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് കേട്ടോ. കേസ് മൊത്തത്തിൽ തെളിയുമ്പോഴേ സത്യം ഏതാണെന്ന് അറിയൂ. എന്തായിരുന്നാലും അവസാനം ഒന്ന് യാത്ര ചോദിച്ച് വീണ്ടും പോകാമെന്ന് തോന്നുമ്പോൾ ആ പെണ്ണ് മരിച്ചു കിടക്കുകയാണ്. വിളിച്ചു പറഞ്ഞതും ഭർത്താവായ തരൂര് തന്നെ. അതിന്റെ പിന്നിൽ ചെറിയ കഥകൾ കെട്ടിപ്പടുക്കാൻ പറ്റിയ രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ ഇവർ കഴിഞ്ഞയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ആ പത്രപ്രവർത്തകയുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്നും, അതുപോലെ യഥാർത്ഥത്തിൽ ഈ സുനന്ദ കടന്നു വന്ന എങ്ങനെയാണെന്നുള്ളത് അതും ഒരു ബന്ധത്തിലൂടെ വന്നതാണ്. അപ്പൊ ഇവർക്ക് എങ്ങനെയാ ഇത് പറയാനുള്ള അവകാശം എന്നുള്ളത് വേറെ ഏതോ ആയിക്കോട്ടെ, അവരെടുത്ത് ഇനി ചോദിക്കാനൊന്നും പറ്റൂലല്ലോ. അങ്ങനെ ഒരവസ്ഥ ലോകത്തിങ്ങനെ പരന്നു കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വല്ല പാവപ്പെട്ടവനുമായിരുന്നെങ്കിൽ സമൂഹത്തിൽ ഇത്രയേറെ വാഗ്വാദവും വാദപ്രതിവാദവും ഒന്നും ഇല്ലെങ്കിൽ പോലും എത്രയോ തെറ്റിദ്ധരിക്കപ്പെട്ട് കേസുകളിൽ കുടുങ്ങി പ്രശ്നങ്ങളായി പോയേനെ. അപ്പൊ പണക്കാരായ ആളുകൾക്ക് ഒരു നീതിയും പാവപ്പെട്ടവർക്ക് ഒരു നീതിയും ചില സമൂഹത്തിന്റെ മുന്നിലെങ്കിലും സംഭവിച്ചു പോകുന്നുവോ? ജുഡീഷ്യറിയെ അവിശ്വസിക്കുകയല്ല. ജുഡീഷ്യറിയിൽ ഒരു വിഷയം തീരുമാനമാകാൻ കാലവിളംബം വരുന്നത് കൊണ്ട് ആളുകൾ പറയുന്നതൊക്കെ സത്യമായി ധരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മീഡിയകൾ ചൂട്ടുപിടിക്കുന്നതൊക്കെ വേദവാക്യമായി ഗണിക്കപ്പെടുന്ന ഒരു ലോകത്ത് പലപ്പോഴും അനീതിയുടെ പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ശശി തരൂരിന്റെ സംഭവം വായിച്ച ഉടനെ അതിന്റെ തൊട്ടപ്പുറത്തെ അതേ പേജിലോ അതിന്റെ അടുത്ത പേജിലോ മനോരമയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഒബാമയും അയാളുടെ വൈഫിന്റെ പേര് മിഷേലുമായി വലിയ പ്രശ്നത്തിലാണ്. നാളെ 50-ാം വാർഷികം ജന്മദിനം ആഘോഷിക്കുക പോലോ ഈ മിഷേല്. അപ്പൊ അതിൽ അവള് സ്വസ്ഥമായി ആഘോഷിച്ചോട്ടെ, ഞാൻ അതിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് ഒബാമ. എന്നിട്ട് പത്രം എഴുതുന്നു, കുറച്ച് ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും ഓരോ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. എന്തെല്ലാം വാർത്തകളാണ് ലോകത്ത് സ്ഥാനം പിടിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഒബാമ ഏതോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സുന്ദരിയായൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കൂടെ UN വിളിച്ചു ചേർത്ത യോഗത്തിലോ മറ്റോ വളരെ അടുത്ത് കയറിയിരുന്നു പോലോ. ആ അടുത്ത് കയറിയിരുന്നപ്പോ ഒബാമ ഒരറ്റത്ത് ചേർന്നിരിക്കുന്നു, മറ്റേ അറ്റത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചേർന്നിരിക്കുന്നു. രണ്ടുപേർക്കും ഈ വെളുത്ത തൊലിയുള്ള പെണ്ണിനോട് വലിയ അടുപ്പം തോന്നിയപ്പോൾ മിഷേൽ ഉടനെ SMS അയച്ചു, മര്യാദയ്ക്ക് അവിടെ നിന്ന് മാറിയിരുന്നു കൊള്ളണം. ഒബാമ വളരെ സാഹസപ്പെട്ട് ആ കസേരയിൽ നിന്ന് മാറിയിരുന്നു കൊടുത്തുപോയി. ഇവിടുത്തെ ലീഡിംഗ് മലയാളം ന്യൂസ് പേപ്പറിലെ ഇന്നത്തെ പ്രധാന വാർത്തകളാണ്. ഇനി അങ്ങോട്ട് വായിച്ചാൽ ഭയങ്കര രസമാണ്. എല്ലാം ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. എന്തൊരു ലോകമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ നീതി എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അവിടുന്ന് പഠിപ്പിച്ചത്, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു ജൂതൻ കേസ് കൊടുത്തു. ഈ കേസിന്റെ വിചാരണ വേളയിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഈ കേസ് കൊടുത്ത ജൂതനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹ് സംബോധന ചെയ്യുന്ന കോടതി, യാ അബൽ ഹസൻ, ഏ ഹസന്റെ ഉപ്പ, ഇങ്ങനൊരു കേസ് വന്നല്ലോ, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് ചോദിച്ചുകൊണ്ട് വിചാരണ ചെയ്യാൻ. ആ സമയത്ത് ഹസൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തു. ആ തുടുത്തപ്പോൾ ആ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആളുകളും ഒന്ന് എഴുന്നേറ്റ്, ഈ റോഡ് സൈഡിൽ ഇരിക്കുന്നവർ ആ ഫ്രണ്ടിലെ കസേര ഫില്ല് ചെയ്യാം. ഇങ്ങോട്ട് പോരും,
നിങ്ങൾ തിരിഞ്ഞിരുന്നാലും വേണ്ടിയില്ല, ഇപ്പം ആ ആളിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും മതി. 4 സൈഡിലും തിരിയാവുന്ന കസേരയാണത്. പ്രായമുള്ളവർ വല്ലതും ചാരി ഇരിക്കണമെന്നുണ്ടെങ്കിൽ സോറി, അവരപ്പുറത്തോട്ട് പോയിരുന്നോളി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത നീതിയുടെ നിറകുടം നോക്ക് സഹോദരങ്ങളെ. അലിയാര് തങ്ങളെ അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ അലിയാര് തങ്ങളുടെ മുഖം ഇങ്ങനെ ചുവന്നു തുടുത്തു. കേസിന്റെ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താണ് അബുൽ ഹസൻ നിങ്ങളുടെ മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു, എന്താ കാര്യം? റസൂലുള്ളാഹിന്റെ മരുമകനായതുകൊണ്ട് അല്ലെങ്കിൽ വലിയ പണ്ഡിതനായതുകൊണ്ട് ഈ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്നതിന്റെ പേരിലാണോ ഈ ദേഷ്യം പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അലിയാര് തങ്ങൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീനായ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ, നിങ്ങൾ എന്നെ റസൂലുള്ളാഹിന്റെ മരുമകനായിട്ട് കൂടി ഈ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി എന്നതുകൊണ്ടല്ല, ഞാനൊരു വലിയ പണ്ഡിതനായതുകൊണ്ടല്ല, മറിച്ച് ഈ കോടതിയിൽ നീതിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ദേഷ്യം പിടിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. കിസ്റ കൈസർ പേര് കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്ന ഉമർ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇന്നും ഒബാമയുടെ വൈറ്റ് ഹൗസിൽ പേടിയുള്ളത് സദ്ദാമിനെയോ ഗദ്ദാഫിയോ അല്ല, മറിച്ച് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇന്നും അവിടെ ഒരു കുട്ടിയെ നമ്മളൊക്കെ നാട്ടിൽ ഉറക്കാൻ കിടത്തിയാൽ പണ്ടൊക്കെ നഫീസത്തുമാലയൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. അതേസമയം ഇന്ന് നഫീസത്തുമാല പാടാനൊന്നും സഹോദരിമാർക്ക് അറിയില്ല. അവരാകെ പറയും നഫീസത്തുമാല കള്ളം കൊണ്ടുപോയി. അപ്പൊ പിന്നെ എങ്ങനെ പാടുക? അതേ സമയത്ത് രാരീരിലോ ഏതാണ്ടൊക്കെ സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ, ഇപ്പൊ വയലിന്റെ സദസ്സിൽ തന്നെ സിനിമാ പാട്ടാ. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ഇതിങ്ങനെ പാടിയാൽ ഉറങ്ങാത്ത ഒരു കുട്ടിക്ക് പിന്നെന്താ ചെയ്യാ? നമ്മൾ പിന്നെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാ ഉറക്കുക. പോലീസുകാരൻ വരുന്ന മോനെ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ കള്ളുകുടിയും വരുന്ന മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുറങ്ങിക്കോളും. അതേസമയം അമേരിക്കയിലെ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ ഇങ്ങനെ രാരീരിലോ ഒന്നും പാടാൻ അവർക്ക് സമയമില്ല. അവരാദ്യം തന്നെ അനസ്തേഷ്യ ബാധിക്കുന്ന ഒരു ടാബ്ലറ്റ് അരച്ചു കൊടുക്കലാണ് പതിവ്, മയക്കു ഗുളിക. അത് അരച്ചു കൊടുത്താൽ ഈ കുഞ്ഞങ്ങ് ഉറങ്ങിക്കോളും. ഇനി സ്ട്രോങ് വെയിനുള്ള ഒരു കുട്ടിക്ക് ഇത് ബാധിച്ചില്ല. ചിലർ പറയില്ലേ, ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാനേ ഓപ്പറേഷനൊക്കെ ചെയ്ത് എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു. കാരണം എന്താ? അനസ്തേഷ്യ ഫുള്ളായിട്ട് ബാധിച്ചിട്ടില്ല. അതുപോലെ ബാധിക്കാത്തൊരു കുട്ടിയാണ് സ്ട്രോങ് വെയിനുള്ള കുട്ടിയാണെങ്കിൽ അമേരിക്കക്കാരും ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിന്നെ ഉറക്കുക. ആ ഭീഷണിക്ക് അവര് കള്ളുകുടിയും വരുന്ന മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഉറങ്ങൂല. കാരണം മുഴുക്കുടിയന്മാരുടെ നാടാണ് അമേരിക്ക. അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടാ. ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന രാജ്യമാണ് അമേരിക്ക. നമ്മൾ ആദ്യം പറഞ്ഞ വാദത്തിൽ തന്നെ ആയതുകൊണ്ട് അതിനും കൂടി ഒരു ഉപോത്ബലകം എന്ന നിലയ്ക്ക് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് കള്ളുകുടിയനെ പറഞ്ഞാൽ പേടിക്കൂല അമേരിക്കയിലെ കുഞ്ഞ്. പോലീസുകാരെ പറഞ്ഞാൽ പേടിക്കൂ ഇല്ല. ലോക പോലീസാണ് അമേരിക്ക. പിന്നെന്താണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഉമർ കമ്മിങ്, ഉമർ കമ്മിങ്, ഉമർ വരുന്ന മോനെ ഉറങ്ങിക്കോ, ചത്തതുപോലെ ഉറങ്ങിക്കോ. ഇതാണ് ഇന്നും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഒരു വഴിയിൽ ഉമറുൽ ഫാറൂഖ് കടന്നാൽ ആ വഴിയുടെ അങ്ങേ തലക്കൽ പോലും ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി ഉണ്ടാവൂല. ആ ഉമറുൽ ഫാറൂഖ് അലിയാര് തങ്ങളെന്ന പണ്ഡിത നേതൃത്വം ഈ കോർട്ടിൽ നീതി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതോടെ വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബൽ ഹസൻ, ഏ ഹസന്റെ ഉപ്പാ, ഈ കോടതിയിൽ നീതിയില്ലെന്ന് പറയാൻ ഉള്ള കാരണം എന്താണ്? ആ സമയത്ത് അലിയാര് തങ്ങൾ പറഞ്ഞു, മറ്റൊന്നുമല്ല, എനിക്കെതിരെ കേസു തന്ന ജൂതനായ വാദിയെ അയാളുടെ ഒറിജിനൽ നെയിം ഇട്ടുകൊണ്ട് സംബോധന ചെയ്യുന്ന ഈ കോടതി എന്നെ അബുൽ ഹസൻ എന്ന ഓമന പേരിട്ട് വിളിച്ചാദരിച്ചത് ഈ കോടതിക്ക് പറ്റിയതല്ല.
ഇതങ്ങ് പറയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞുകൊണ്ട് യാ അലിയു എന്ന് വിളിച്ചു ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഈ വിളിയങ്ങ് വന്ന ഉടനെ വാദിയുടെ കോർട്ടിൽ നിന്ന ജൂതൻ കഥാ നിലവിളിച്ചുകൊണ്ടോടി വന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അലിയാര് തങ്ങളുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, മാപ്പ് മാപ്പ്, എന്റേത് കള്ളക്കേസായിരുന്നു. ഇത്രയും വലിയ നീതിയുടെ നിറകുടമായ ഇസ്ലാമിന്റെ പേരിൽ ഇനി എന്തിന് ഞാൻ മാറി നിൽക്കണം? അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങൾ പാവപ്പെട്ടവന് മാത്രമല്ല ഇതര മതസ്ഥനായ ജൂതന് പോലും ഒരു ചെറിയ അനീതി റസൂലുള്ളാഹിന്റെ ഭാഗത്തു നിന്ന് വന്നെന്ന് ലോകത്തൊരൊറ്റ കേസിലും തെളിയിക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ ആ തങ്ങള് എല്ലാ വിഭാഗത്തിനും സ്നേഹം കൊണ്ട് മോചനം വാങ്ങി തന്നെങ്കിൽ ആ നബിതങ്ങളെ സ്നേഹിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പോഴാണ് ചില പുത്തനാശയക്കാര് പറയുന്നത് സ്നേഹിക്കണം എന്നും അത് വലിയ സ്നേഹമാണെന്നും ഒക്കെ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാ ആണ് പോലും, അനുസരണ മാത്രമാണ്. അത് എപ്പോഴാ പറയുന്നത്? ഇപ്പൊ ഒരു നിവൃത്തിയില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ പറയായിരുന്നു ഈ മൗലിദിൻ നബിദിനാഘോഷമൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ മുസ്ലിയാമാര് കുറുക്കുവഴിക്ക് ഒപ്പിച്ചെടുത്ത പരിപാടികളാണ്. അന്ന് മൗലിദൊക്കെ ഓതി റാത്തീബൊക്കെ ഓതിയ പാവപ്പെട്ട ഉസ്താദുമാർക്ക് വളരെ ചെറിയ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ആക്ഷേപിച്ചുകൊണ്ടാന്ന് പറഞ്ഞത്. ഇന്ന് ടെക്നോളജി വളർന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന മൗലിദിന്റെ സദസ്സുകളൊക്കെയും ഇവിടെ വളരെ പ്രസിദ്ധമായി മാറി. മദീനയിൽ ഇന്നലെ ജുമായ്ക്ക് പങ്കെടുത്ത ശുക്കൂർ സഖാഫി ഇവിടെ ഇന്നലെ സംബന്ധിച്ച മൗലിദിന്റെ യോഗം, ആ യോഗത്തെക്കുറിച്ച് ഈ പ്രസംഗത്തിൽ ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും അറിയാൻ തുടങ്ങിയപ്പോ കല്ല് വെളിച്ചത്തായി. ഇനി പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല. അവസാനം ഇവരും നബിദിനം ആഘോഷിക്കാൻ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമി നബിദിനത്തിന്റെ പിറകെ വരുന്നു, മറ്റവര് വേറൊരു ശൈലിയിൽ നബിദിനം കൊണ്ടുവരുന്നു. അനുസരിച്ചാ മതി എന്നാണ് സ്നേഹത്തിന്റെ അർത്ഥം, അല്ലാതെ പ്രകടനമല്ല പോലോ. ശരി, അങ്ങനെയാണെങ്കിൽ പോലീസ് ജീപ്പ് കൊണ്ടുവന്നിട്ട് ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാളിനോട് കേരള ജീപ്പിലേക്കെന്ന് പറഞ്ഞു, ഇയാൾ കയറുകയാണ്. SI പറഞ്ഞത് പരിപൂർണമായി അനുസരിച്ച് കയറുക. ആ കയറുമ്പോ ഈ SIയോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടാ കയറിയതെന്ന് ആരെങ്കിലും പറയുമോ? SI ആണെങ്കിൽ സ്നേഹം പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോ ആ പോലീസ് ജീപ്പിലേക്ക് നല്ല അനുസരണയോടെ കയറിയാൽ പോലീസ് ഓഫീസറോട് സ്നേഹമുണ്ടായിട്ടല്ല, വേറെ ഗതിയില്ലാഞ്ഞിട്ട് കയറിയതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുന്നാർ റസൂലുള്ളാഹി തങ്ങളുടെ വിഷയം മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വിഷയത്തിൽ അങ്ങനെയല്ല. ഞാൻ ആദ്യം ഓതിയ ആയത്ത് ബിസ്മി ഓതാത്തപ്പം മനസ്സിലായി സൂറത്ത് തൗബയിൽ അതാണെന്ന്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും, നിങ്ങളുടെ ഉപ്പമാർ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, കുടുംബക്കാർ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്ത്, നിങ്ങൾ നഷ്ടം വരരുതേ എന്ന് നിരീക്ഷിച്ചു നോക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് വെക്കുന്ന വീട്, ഇതെങ്ങാണം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനെക്കാളും റസൂലിനെക്കാളും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ധാർമ്മിക പ്രവർത്തനത്തെക്കാളും വലുതായി ആരെങ്കിലും സ്നേഹിക്കുന്നവരായി കണ്ടാൽ അവര് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല. ഫാസിഖ് എന്നാണ് അവരെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്.
അപ്പോൾ അങ്ങനത്തെ സ്നേഹമുണ്ടെങ്കിലേ യഥാർത്ഥ മുഅ്മിനായി മാറുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രമാത്രം ബന്ധമുണ്ടാകണം എന്നതിന് പരിശുദ്ധ ഖുർആൻ തന്നെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങൾ അഥവാ മുഅ്മിനീങ്ങൾ അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ വലിയ കടപ്പാടുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅസ്വാജുഹു ഉമ്മഹാതുഹും നബി തങ്ങളുടെ പാണിഗ്രഹണങ്ങൾ അഥവാ ഭാര്യമാർ ആ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് കേട്ടോ. കണ്ടോ, റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വത്തിൽ ആ പുന്നാര നബി തങ്ങളുടെ സ്വന്തം ശരീരത്തോട് മാത്രം ബഹുമാനം കാണിച്ചാൽ പോരാ, അവിടുത്തെയോട് ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളോടും സ്നേഹം കാണിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച വനിതകൾ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. അവരെ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. കാരണം മാതാക്കളായതുകൊണ്ട് തന്നെ. അവിടെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നു, അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ പിതാവാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഇനി അവിടെ നിർത്തിയോ? നിർത്തിയില്ല. ആ നബി തങ്ങളോടുള്ള സ്നേഹം അവിടുത്തെ കുടുംബത്തോട് കാണിച്ചു കൊള്ളണം. ഇർഖബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, അഹ്ലുബൈത്തിനോട് സ്നേഹം കാണിച്ചു കൊള്ളണേ. അഹ്ലുബൈത്തിനെയും തൊട്ട് കളിക്കണ്ട, ഒരു സയ്യിദിനെയും ചീത്ത പറഞ്ഞു പോകണ്ട, ഒരു സയ്യിദിനെയും ചെറുതാക്കി കാണണ്ട. ആ മഹാന്മാരായ സദാത്തുക്കൾ ഏറിയ പങ്കും യമനിലെ ഹദറുമൗത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിത്താരയിൽ ജീവസുറ്റ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം. ആ മഹാന്മാരായ സദാത്തുക്കൾ കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമ, എല്ലാ സബബും എല്ലാ നസബും ഖിയാമത്ത് നാളിൽ മുറിഞ്ഞു പോകും. ഇല്ലാ സബബി വനസബി ഔ കമാ ഖാല റസൂലുള്ളാഹി, എൻ്റെ സബബും എൻ്റെ നസബും എൻ്റെ കുടുംബത്തെ അങ്ങനെ മുറിക്കണ്ട. ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ അഹ്ലുബൈത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കണം. ചിലരിന്ന് വർത്താനം പറഞ്ഞ് നാവ് വളഞ്ഞിട്ട് കേരളത്തിലുള്ള ആലിമീങ്ങളെയും സാദാത്തുക്കളെയൊക്കെ പറഞ്ഞ് വളരെ വലിയ അപകടത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു. അവരിപ്പോ ആരെയും പറയുമെന്ന മട്ടിലായി, ആരെ പറയാനും മടിയില്ല. യഥാർത്ഥത്തിൽ മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും വളരെ പ്രായം അധികമാകുമെന്ന സമയത്ത് അവരുടെ ശാരീരിക ആരോഗ്യത്തിന്റെ സംരക്ഷണം മാനിച്ച് നമ്മൾ സമ്മേളനങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതുമ്പോൾ അത് വെച്ചുകൊണ്ടും ചിത്രം തയ്യാറാക്കാൻ ശ്രമിക്കുന്നവർ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നടക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എട്ടിക്കുളത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഷെയ്ഖുനായെ കാണാൻ വേണ്ടി പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ പുറത്ത് ഉള്ള ആ കസേരയിൽ ഞങ്ങളെ ഇരുത്തിയിട്ട് അഷ്റഫ് തങ്ങൾ വന്ന് കതക് തുറന്നു. പെങ്ങളുടെ മകൻ എന്നിട്ട് അകത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വാതിലിലേക്ക് വന്ന് നിൽക്കുക, ഞാനൊന്ന് അകത്ത് കയറി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഷെയ്ഖുനായോട് പറഞ്ഞു, ആ കൊല്ലത്ത് നിന്ന് ആ സക്കാഫി വന്നിട്ടുണ്ട് കാണാൻ. അപ്പോൾ എന്നെ കണ്ടിട്ടില്ല, ഞാൻ വാതിലിന് പുറത്താണുള്ളത്, നമ്മളെ ഒന്ന് സ്വീകരിക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരുത്തനെയും കാണണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് കയറാനോ കയറിപ്പിക്കാനോ ഒരാൾക്ക് ധൈര്യമില്ല. അപ്പൊ അങ്ങനെ പേടിച്ചവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ഉടനെ മഹാനായ താജുൽ ഉലമ പറഞ്ഞു, ആ തടിയനിങ്ങ് കയറി വരാൻ പറ. ആ യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടതുപോലുമില്ല. ആ സമയത്ത് പറയാൻ വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ അകത്തേക്ക് കടന്നിരുന്നു.
2-3 സ്നേഹത്തിൻ്റെ അടിയൊക്കെ നമ്മുടെ ചുമലിൽ ആ തങ്ങളുപ്പാൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ വേണ്ടി നേർച്ചയാക്കി പോകുന്നവരുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഹദിയ കൊടുത്തപ്പോൾ ബിസ്മി ചൊല്ലി വാങ്ങി വലത്തെ സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് അഷ്റഫ് തങ്ങൾ ദൂരെ നിന്ന് പറഞ്ഞു, ഒന്ന് മന്ത്രിച്ചു കൊടുക്കണോപ്പാ, വളരെ ദൂരെ നിന്ന് വരെയല്ലേ, ഇങ്ങോട്ടിരിക്ക് എന്ന് പറഞ്ഞ് മന്ത്രിച്ചു. എൻ്റെ കൂടെ വന്ന മുത്തഅല്ലിമീങ്ങൾക്കും മന്ത്രിച്ചു തന്നു. ആ സമയത്ത് മുഖം അൽഹംദുലില്ലാഹ് സൂര്യനെ വെല്ലുന്ന പ്രകാശ ഗോപുരമായി കാണുകയാണ്. ആ വല്ലാത്തൊരു പ്രസന്നത. ശാരീരികമായി ഇപ്പൊ സുഖമില്ലാത്തത് കൊണ്ട് ഭക്ഷണം വളരെ കുറവായതിനാൽ ശരീരത്തിന് ആരോഗ്യം കൂടിയതുപോലെ തോന്നുകയാണ്. അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ, അത്ര വലിയ ശരീരത്തിന് കനം കുറച്ച് കുറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു വിഷമവുമില്ലാതെ മഹാനവറുകൾ അവിടെ ഇരിക്കുന്നു. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. പിറ്റേ ദിവസം ഞാൻ KC റോഡിലോ മറ്റോ ഒരു സദസ്സിൽ കയറാൻ ചെല്ലുമ്പോൾ അതുവഴി ഖുറാത്തങ്ങൾ വന്നപ്പോൾ അവർ കൈ കാണിച്ച് നിർത്തിയിട്ട് അവിടുത്തെ സൈദി ഉസ്താദും എല്ലാം കൂടെ പറഞ്ഞു, ഒന്ന് കയറിയിട്ട് പോകണം ഞങ്ങളുടെ സദസ്സിൽ. സ്റ്റേജിൽ കയറി 5 മിനിറ്റ് കൊണ്ട് ദ്വാരന്നിറങ്ങി. അതിൻ്റെ ഇടയിൽ പറഞ്ഞു, എൻ്റെ ഉപ്പ താജുല്ലുലമക്കും നൂറുലുലമ MA ഉസ്താദിനും കൻസുല്ലുലമ ചിത്താരി ഉസ്താദിനും ഒക്കെ സുഖമില്ല, അതുകൊണ്ട് പ്രായാധിക്യമാണ്. അവരൊക്കെ ദീർഘായുസിനും ആഫിയത്തിനും നിങ്ങൾ ദ്വാരക്കണം. അവരൊക്കെ അസ്തമിച്ചാൽ ലോകം അസ്തമിച്ചു മക്കളെ. ആരാ പറയുന്നത്? ഖുറാത്തങ്ങൾ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ തരത്തിലുള്ള മഹത്തുക്കളായ സദാത്തുക്കൾ, മഹാന്മാരായ ആലിമീങ്ങൾ, ഹുബ്ബുർ റസൂലിന്റെ വേദികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിൽ പ്രഗത്ഭനായ നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവരൊക്കെ പറഞ്ഞ് ഇപ്പൊ എവിടം വരെ എത്തിയെന്നറിയോ? നമ്മൾ അതൊന്നും പറയാൻ ഈ സദസ്സിൽ ആഗ്രഹിക്കുന്നതല്ല, എന്നാൽ സഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു CD ഇട്ട് നമ്മുടെ ഒരു ഡ്രൈവർ കേൾപ്പിച്ചപ്പോ ഏതോ ഇവിടെ പരിസരത്തെങ്ങാണ്ട് തോട്ടുമുക്കത്തോ ഏതാണ്ടൊരു സ്ഥലത്തുള്ള, മുക്കത്തിനടുത്തൊന്നും അല്ലതല്ലേ, അപ്പോ ആ സ്ഥലത്തുള്ള ചങ്ങായി പറഞ്ഞു നാവിങ്ങനെ വളഞ്ഞിട്ട് പറയുന്നതാണ്. എന്താ പറഞ്ഞേ? കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഇലാഹ നിർത്തി പറഞ്ഞിട്ടില്ല. ഇലാഹ നിർത്തി എന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. എന്താ കാരണം? സൗദി അറേബ്യയിൽ നിന്നുള്ള ഗസ്റ്റുകളാണ് കഴിഞ്ഞ സമ്മേളനത്തിന്റെ പ്രഥമ ഗസ്റ്റ്. കാരണം 1 മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ, 2 മസ്ജിദ് ഖുബായിലെ ഇമാം, 2ഉം വഹാബികളാ. ഇയാൾ പറയാ സുബ്ഹാന ജല്ല ജലാലു, വല്ല പരിചയം ഉണ്ടായിട്ടാണോ പറയുന്നത്? അപ്പൊ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ സാദാത്തുക്കളെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ അദബുകേടിന്റെ മുഴുവനും പേടിച്ചിട്ട് അവസാനം ഇപ്പൊ എന്തായി പോയി എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം എന്തറിയോ? ഈ ദുൽഹജ്ജ് 4-ന് ഞാൻ മദീനയിൽ ഒരു അനുഭവസ്ഥനാണ്. ദുൽഹജ്ജ് 3-ന് ശൈഖുന കാന്തപുരം ഉസ്താദ് അവിടെ വന്നിറങ്ങി. ഉടനെ തന്നെ ഉസ്താദിനെ പോയി കണ്ടു. ഞാനും അന്ന് പകലായിരുന്നു അവിടെ എത്തിയത്. UAE-യിൽ നിന്ന് എത്താനുള്ളൊരു സൗകര്യം കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ 4-ാം തീയതി രാവിലെ സുബഹിക്ക് ഞങ്ങൾ നിസ്കരിക്കാനെത്തുമ്പോൾ ഔദാ ഷരീഫിനോട് അടുത്തുള്ള പഴയ പള്ളിയുടെ സഫിൽ, ഞാൻ നിൽക്കുന്ന സഫിന്റെ ബാക്കിലാണ് ഉസ്താദ് അവറുകൾ നിൽക്കുന്നത്. എന്നാ ഉസ്താദിനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് ഞാനങ്ങ് ബാക്കിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ 2 പേരുടെയും സീറ്റ് പോകും. അത്രയും തിരക്കാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ക്ലീനിങ് സ്റ്റാഫിനെ മുദീറും പോലീസും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കർട്ടൻ കെട്ടാൻ പോവാണ്. കാരണം ഇവിടുത്തെ തിരക്ക് അങ്ങോട്ട് വരാതിരിക്കാൻ, അവിടുന്ന് ആള് കുറഞ്ഞിട്ട് പിന്നീട് റൗദാ ഷരീഫിലേക്ക് വിടാമെന്ന നിലക്ക് ആ തിരക്കിന് പരിഹാരമായി ഒരു കർട്ടൻ കെട്ടാൻ വരുമ്പോൾ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, ആ മഹാന്മാരെ പോലെ, മഹാനവറുകളെ പോലെ ധാരാളം ആലിമീങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് ഹൈബത്തുള്ളവരുണ്ട്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ സാലിഹീങ്ങളുണ്ട്. അവരുടെ ഒന്നും ദർജകൾ നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെയും നമ്മൾ വിവേചിച്ച് കാണുന്നില്ല. പക്ഷേ യാദൃച്ഛികമെന്നോ സ്വാഭാവികമെന്നോ രണ്ടർത്ഥത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഈ മുദീർ വന്നിട്ട് ശൈഖുന കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞു, ഷെയ്ഖ് ഇങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കർട്ടൻ കെട്ടാൻ നേരം ഷെയ്ഖ് ഇങ്ങോട്ട് മാറി നിൽക്കും. ഒരാളെപ്പോലും അങ്ങനെ പറയുന്ന മക്കാമല്ല അത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഏതൊക്കെയോ രാജ്യക്കാർ കുറച്ച് പേര് ഉസ്താദിന്റെ കൂടെ തന്നെ തിരക്കി ആ ഭാഗത്തേക്ക് കിടക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ പുറത്തുമായി, ഉസ്താദ് അകത്തായി. അങ്ങനെ അകത്ത് കിടന്നതിന് ശേഷം ആ കർട്ടൻ വിട്ടു. ഇനിയിപ്പോൾ ഈ ആളുകൾ കുറഞ്ഞിട്ടേ ഈ കർട്ടൻ മാറ്റിയിട്ട് നമ്മളെ അങ്ങോട്ട് കയറ്റുള്ളൂ.
ആ ഒരവസ്ഥയിൽ ഞങ്ങൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആ റൗദ ഷരീഫിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരം വാതിലിന്റെ അടുക്കലെത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടുത്തെ മുഅദ്ദിൻ അതാ ഉസ്താദിന്റെ കയ്യും പിടിച്ചിങ്ങനെ വരികയാണ്, പോലീസിന്റെ സെക്യൂരിറ്റിയോടെ. ബഹുമാനപ്പെട്ട ശൈഖുനായ പി ഉസ്താദിന്റെ കയ്യും പിടിച്ച് മദീനത്തെ വലിയ പണ്ഡിതനായ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിലെത്തി ഞങ്ങളും റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാം പറഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെടുക്കൽ സലാം പറഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞ് അവിടെ എത്തി. അപ്പോ ശൈഖുനായ പി ഉസ്താദ് എന്റെ അടുക്കൽ പറഞ്ഞു, മോനെ കൂടിക്കോ, ഇതിവിടുത്തെ മുഅദ്ദിനാണ്, കേൾക്കേണ്ട താമസം ഖാദിമായി നമ്മളും കൂടി. ഞങ്ങളെ കൊണ്ടുപോയത്, ഉസ്താദിനെ കൊണ്ടുപോയത് ഇമാമിന്റെ റൂമിലേക്കാ. ഇമാമിന്റെ റൂമിലെത്തിയപ്പോൾ ആലു ശൈഖ് എന്നവിടെ അറിയപ്പെടുന്ന അവിടുത്തെ മതകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിനോട് ബന്ധമുള്ള പണ്ഡിതൻ ഒരാൾ അവിടെ ഇരിക്കുന്നു. മദീനത്തെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയി ശൈഖുന ഉസ്താദ് അവറുകളെ ഈ മദീനത്തെ പണ്ഡിതനായ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറിയാണ്. ലോക തലത്തിൽ ധാരാളം ഇസ്ലാമിക ദഅവത്തുകൾ നടത്തുന്ന മഹാനാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ റഈസാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ ഉസ്താദ് കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഷെയ്ഖ് സുദൈസിനെ കണ്ടിരുന്നു, മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ. അദ്ദേഹം ബുറുദ ഇങ്ങനെ ആലാപനം ചെയ്തപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്ന് ഉസ്താദ് ആ ഇരുന്ന പണ്ഡിതനോട് പറഞ്ഞു. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ബുറുദ എന്ന് പറഞ്ഞാൽ മഹബ്ബത്തിന്റെ കാവ്യമല്ലേ, ഹുബ്ബുർ റസൂലിന്റെ കാവ്യമല്ലേ, ഫസാഹത്ത് സാഹിത്യം അതിൽ നിറഞ്ഞു കവിയുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഇരുന്ന പണ്ഡിതനും ബുറുദ എന്ന് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉസ്താദ് ചൊല്ലി, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുഹു എന്ന് പറയുന്ന തവസ്സുൽ ഇസ്തിഗാഥയുടെ ഏറ്റവും വലിയ രൂപമുള്ള ബൈത്ത് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അതും അദ്ദേഹവും കൂടെ ചൊല്ലി. ഇതെല്ലാം ചൊല്ലിയതിന് ശേഷം കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഈ പണ്ഡിതൻ യാത്ര ചോദിച്ചു പോയി. ഇപ്പൊ മസ്ജിദ് നബവിയിലെ മുഅദ്ദിൻ കതകിന്റെ കുറ്റിയിട്ടു. ഞങ്ങളെ അകത്തേക്ക് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അതിനോട് ചേർന്നൊരു റൂമുണ്ട്. ആ റൂമിൽ കട്ടിലും കസേരയുമില്ല. ആ റൂമിൽ മെഹ്റാബ് പോലെ ഒരു സ്ഥലമുണ്ട്. ഒരു കപ്പോർഡ്, ഷെൽഫില്ലാത്തൊരു കപ്പോർഡ്, അലമാര പോലത്തെ ഒരു സ്ഥലം. അതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ശൈഖ് അബൂബക്കർ അഹ്മദ്, റസൂലുള്ളാഹിന്റെ മുവാജഹത്തിലുള്ള സ്ഥലമാണിത്. പുന്നാര നബി തങ്ങളുടെ മുഖത്തിനു നേരെ നിങ്ങൾ ഇടനാഴിയിൽ പോകുമ്പോൾ ആ ദ്വാരത്തിന് നേരെ സലാം പറയില്ലേ, ആ ദ്വാരത്തിന്റെ കറക്റ്റ് ലൈൻ പിടിച്ച് ആ പ്രത്യേക ദിശയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഖാസായ സ്ഥലമാണിത്. ഇവിടെ നിന്ന് സലാം പറയുക. ഉസ്താദ് സലാം പറഞ്ഞു, വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഞങ്ങളും കൂടെ അതിൽ കൂടി. എന്നിട്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു 3 പേർക്കും സലാം പറയത്തക്ക വിശാലതയുണ്ട് ആ സ്ഥലത്തിന്. അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ മഹാനായ മദീനത്തെ പണ്ഡിതൻ പള്ളിയിലെ മുഅദ്ദിൻ പറയാ, ഇഷ്ടപ്പെട്ട പോലെ ദ്വാരുന്നോളൂ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദ്വാരുന്നോളൂ. നമ്മൾ ആ ഇടനാഴിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മദീന യൂണിവേഴ്സിറ്റിയിലെ ചില ചെക്കന്മാർ വന്നിട്ട് മലയാളിയാണെങ്കിൽ തിരിച്ചു നിർത്തും. ഇന്ത്യക്കാര്, ബംഗ്ലാദേശികൾ, ഇന്തോനേഷ്യക്കാരെയൊക്കെ തിരിച്ചു നിർത്തും, മലേഷ്യക്കാരെയൊക്കെ. അല്ലാതെ ഇറാഖികളെയോ നൈജീരിയക്കാരെയോ തുർക്കികളെയോ യമനികളെയോ ഈജിപ്ഷ്യന്മാരെയോ ചില പാകിസ്ഥാനികളെയോ വരെ തിരിച്ചു നിർത്താൻ ഇവർ വരില്ല. കാരണം ആരോഗ്യ പ്രശ്നമാണ്. അവർക്കൊക്കെ നല്ല ആരോഗ്യ. നമ്മൾ മലയാളി ഇവിടെ വലിയ ഗമയൊക്കെ അടിക്കും, പക്ഷേ അവിടെ ഒരു നൈജീരിയക്കാരെ കൈയെടുത്ത് വീശിയ 10 മലയാളി ഇതാ കിടക്കുന്നു. ആ നിലക്കേ നമുക്ക് ആരോഗ്യമുള്ളൂ. പിന്നെ ആരോഗ്യക്കുറവ് മാത്രമല്ല നമ്മളെ തിരിച്ചു നിർത്താൻ കാരണം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില പിശാചുക്കൾ ആദ്യമേ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജമാഅത്തുകൾ മുഴുവൻ മുശ്രിക്ക് ജമാഅത്തുകളാണ്. അവിടെ എല്ലാവരും ഈ ഖബറിന്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഖബറിൽ കിടക്കുന്ന അള്ളയാണെന്നാ വിശ്വാസം. ഇത് പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിന്ന് ദ്വാരക്കാൻ ചിലപ്പോ സൗകര്യം കിട്ടാറില്ല എന്ന് വിചാരിച്ച് നമ്മളെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നൊന്നും വിചാരിക്കരുത്. ആ തിരക്ക് മാറ്റാൻ അള്ളാന്റെ സംവിധാനം തന്നെയാണ്, യാതൊരു സംശയമില്ല.
എനിക്ക് മദീനത്തെ പള്ളിയിൽ ഒരിക്കലൊരു മഗ്‌രിബ് നിസ്കാരത്തിനൊരു അനുഭവമുണ്ട്. മറ്റൊന്നുമല്ല, നിസ്കാരം കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു വളരെ വയസ്സായൊരു മനുഷ്യൻ, 112 വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ ബിത്താക്ക് നോക്കുമ്പോൾ, ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ നമ്മുടെ സംഘാടകരുടെ പ്രതിനിധികൾ നിങ്ങളുടെ അടുത്തൊരു ബക്കറ്റുമായി വരും. നല്ല രീതിയിൽ അവരെ സഹായിക്കണം. കല്ല് പെറുക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കരുത്, നല്ല നോട്ടിട്ട് കൊടുക്കുക. അല്ലാഹു തആല മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിനെ സഹായിക്കുന്നവരെ അല്ലാഹുവേ നീ സഹായിക്കണം റഹ്മാനെ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു സപ്ലിമെന്റ് കൂടി ആ സമയത്ത് ബക്കറ്റിന്റെ അടുക്കൽ നിങ്ങളുടെ കൈ തരുന്നുണ്ട്. അതിനൊരു ചെറിയ സംഭാവന അല്ലേ, അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായിരുന്നാലും ദയവ് ചെയ്ത് സപ്ലിമെന്റ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ സംഭാവന കൊടുത്താലും കൊടുത്തില്ലേലും നിങ്ങൾക്ക് തരും. അതേസമയം ഇവിടെ വെച്ച് വായിക്കരുത്, അത് നിങ്ങൾക്കുള്ളതാണ്, അവിടെ കൊണ്ടുപോയി വായിക്കുക. ഇല്ലെങ്കിൽ പ്രസംഗം എല്ലാം അതിനകത്ത് പോകും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് ബക്കറ്റ് കാണിച്ചോട്ടെ, നല്ല സംഭാവന ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താ പറഞ്ഞ 112 വയസ്സുള്ള മഹാൻ അതാ ഇവിടെ നിങ്ങോട്ട് ആ എക്സ്റ്റെൻഡ് ചെയ്ത പുതിയ പള്ളിയുടെ 1ാമത്തെ വാതിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. റൗദ ഷരീഫിന്റെ തൊട്ടടുത്തുള്ള വാതിൽ. ആ വാതിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ശരീരം വരച്ചിട്ട് കിടക്കിടാന്നിങ്ങനെ വടിയിട്ട് താഴെയിട്ട് അടിക്കുന്നു. പെട്ടെന്ന് ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കി വാച്ചാൻ വാർഡ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കസേരയിൽ ഇരുത്തിയപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ഉറുദുന്നുകാരെ ആരെയും ഇവിടെ കാണാനില്ലല്ലോ അല്ലാ, ജോർദാൻകാരും എന്റെ മുമ്പിലില്ലല്ലോ, എവിടെ പോയി ജോർദാൻകാരൊക്കെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം പറയും, എന്തിന് ജോർദാൻകാരെ ഞാൻ അന്വേഷിക്കണം? ഇന്നമൽ മോമിനൂന ഇഖ്വാ, എല്ലാ മോമിനീങ്ങളും സഹോദരങ്ങളല്ലേ, ഏത് രാജ്യക്കാരോ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ ബേജാറായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിനീതനായ ഞാൻ ചോദിച്ചു, തബ്ഖാ മാ സംസം യാ ശൈഖ്, സംസം വെള്ളം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നാം എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ദൗർഭാഗ്യം എന്ന് പറയാം, ചോദിച്ചുറപ്പിച്ചെടുക്കാൻ പോയപ്പോഴേക്ക് വേറൊരാൾ കൊണ്ടുവന്നും കൊടുത്തു. എന്നാലും അദ്ദേഹത്തിന് ഭാഗ്യം, ഒരു സെക്കൻഡ് മുമ്പേ കൈ കിട്ടിയല്ലോ. അങ്ങനെ ഈ വെള്ളം വെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് 3 സ്റ്റാർ ഉള്ള ഒരു പോലീസുകാരൻ വരിക. ഹജി ഹജി ഞങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഹാജിയുടെ അടുക്കൽ വന്നു. വാച്ചാൻ വാർഡ് വയർലെസ്സിലൂടെ ആംബുലൻസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ബാത്റൂം പാർക്കിങ്ങിന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 3-4 മിനിറ്റ് എടുക്കും. കാരണം ക്രൗഡഡായി മഗ്‌രിബ് കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങല്ലേ, അതിൻ്റെ ഇടയിലുള്ള തിരക്ക് കൊണ്ടാണ് ആംബുലൻസ് താമസിക്കുന്നത് 3-4 മിനിറ്റ്. ഇതിനിടയിൽ സംഭവിച്ചതാണ് ഇതൊക്കെ. ഈ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഹാജി ഉസ്കുത്, സംസാരം നിർത്തുക, സംസം വെള്ളം കുടിച്ചിട്ട് ഈ കാണുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ വ ഹബീബുനാ വ ഖുർറത്തു അയ്യുനിനാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗദ ശരീഫ്, ഹുജ്റത്തു ശരീഫ ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ട് പോലെ ഈ വാതിലിൽ നിന്നുകൊണ്ട് കാണാം. അതിങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഈ പോലീസുകാരൻ പറയാ, ആ നബിതങ്ങൾക്ക് സലാത്തും സലാമും ചൊല്ലിയിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. ഇതങ്ങോട്ട് പറഞ്ഞ് കേട്ട ഉടനെ എന്തോ ഒരാഗ്രഹം വന്നതുപോലെ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബി യാ റസൂലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്. ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മനുഷ്യന്റെ ജനാസയാണ്. സൂര്യപ്രകാശം പോലെ വെല്ലുന്ന ശോഭയുള്ള മുഖത്തോടു കൂടിയ ജോർദാൻകാരനായ വലിയ പ്രായമുള്ള സ്വാലിഹായ മനുഷ്യന്റെ മുഹിബിന്റെ ജനാസയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ആംബുലൻസിൽ കയറ്റുന്നത്. ഞാനതാ പറഞ്ഞേ, അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ റൗദ ശരീഫിനോടും റസൂലുള്ളാഹിന്റെ മഹബത്തിനോടും എതിരുള്ളവരാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ വഹാബികളെ പോലെ അത്രത്തോളം മോശമായി പോയ ഒരവസ്ഥാവിശേഷം ലോകത്തെവിടെ ചെന്നാലും അങ്ങനത്തെ ചെറിയ ആശയങ്ങൾ ഉള്ളവരിൽ പോലും കാണാനില്ല.
ഇതാണ് അതിന്റെ സത്യം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹബ്ബത്ത് നമുക്ക് ആവശ്യമാണ്. ആ പുന്നാര നബി തങ്ങളെ കാണാൻ അവിടുത്തെ സ്നേഹത്തോട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി അഹ്ലുബൈത്തിനെ പറഞ്ഞത് പോരാ. മദീന മദീന മദീന, ത്വയ്ബ ത്വയ്ബ ത്വയ്ബ. മദീനയെ സ്നേഹിച്ചു കൊള്ളണം. നബിതങ്ങളുടെ സ്നേഹം വ്യക്തിപരമായി റസൂലുള്ളാഹിന്റെ പുണ്യ ശരീരത്തിന് മാത്രം കൊടുത്താൽ പോരാ, പരിസരത്തിന് കൊടുത്തേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ മൻ ളലമ അഹ്ലൽ മദീന ഔ വഖാഫഹും ഫഅഖിഫുഹു. അല്ലാഹുവേ, എന്റെ മദീനക്കാരെ ആരെങ്കിലും ആക്രമിച്ചാൽ, അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ, അവൻ ഏത് സാമ്രാജ്യത്വ ശക്തിയായാലും അവനെ നീ ഭയപ്പെടുത്തണം അല്ലാഹ്. വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കും, മദീന എന്ന് പറഞ്ഞാൽ അന്നും മദീന വലിയ ഹരമാണ്. മദീന മദീന ആ മദീനയിൽ ഇപ്പോൾ ആയിരക്കണക്കിന് നമ്മുടെ ഉംറക്ക് പോയ പ്രതിനിധികൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോ അവരുടെ കൂടെ അവരുടെ പ്രതിനിധികളായി, നമ്മുടെ പ്രതിനിധികളായ അവരിലൂടെ ഒരു സലാം നമുക്ക് റസൂലുള്ളാഹിക്ക് ഈ പാവപ്പെട്ട അമ്പലക്കണ്ടിയിലെ സാധുക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഒരുക്കിയ SSF എന്ന ധീര വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട അനുജന്മാരൊരുക്കിയ വേദിയിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് ഏഴകളും സാധുക്കളുമാണ്. പക്ഷേ കാരുണ്യത്തിന്റെ കര കാണാത്ത കടലായ റസൂലുള്ളാഹിന്റെ സ്നേഹാരാമത്തിന്റെ പരിധിയിൽ നിന്ന് ഈ പാവങ്ങൾ വെളിയിലല്ല. അതുകൊണ്ട് നമുക്ക് മദീനയിലേക്ക് കണക്ട് ചെയ്യാം ഒരു സ്വലാത്ത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു خير خلق الله كلهم مولاي صل وسلم സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ ഊരിപ്പിടിച്ച വാളുമായി കൊലക്കത്തിക്ക് ഇരയാക്കാൻ വന്ന ഉമർ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയ ചരിത്രം നമുക്കറിയില്ലേ? വേണ്ട. ബദർ യുദ്ധത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഘത്തെ നയിച്ച അബൂ സുഫിയാൻ പിന്നീട് റസൂലുള്ളാഹിന്റെ ജീനി പിടിച്ച് സേവകനായി കുതിരയുടെ കൂടെ നടക്കുന്നത് നാം കണ്ടില്ലേ? റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കരടുപ്പിച്ച് ചീന്തി ചവച്ചു തുപ്പിയ ഹിന്ദും ചാട്ടുളി പ്രയോഗിച്ച വഹ്ശിയുമെല്ലാം അതാ പിന്നീട് റസൂലുള്ളാഹിന്റെ സ്നേഹാരാമത്തിലെ പുഷ്പങ്ങളായി മാറിയില്ലേ? എത്ര വലിയ പരിവർത്തനം! ദാ ഇപ്പോൾ 2013 ഒക്ടോബർ 18 വെള്ളിയാഴ്ചത്തെ ചന്ദ്രികാ ദിനപത്രം. സഹോദരങ്ങളെ, പ്രവാചകനെ നിന്ദിച്ച് സിനിമ ഇറക്കിയതിൽ ഞാൻ പശ്ചാത്തപിച്ചു. ജീവിതാവസാനം വരെ മദീനയിൽ കഴിയാൻ താല്പര്യം. ആർണോൾഡ് ഡ്യൂൺ എന്ന് പറയുന്ന വലിയ നബിതങ്ങളെ അപകീർത്തിപ്പെടുത്തി സിനിമ ഇറക്കിയാൽ അയാള് പറയുന്നു, എനിക്ക് സ്ഥിരമായ പണി എന്തെങ്കിലും നല്ല മോസ്റ്റ് പോപ്പുലാരിറ്റി ഉള്ള അല്ലെങ്കിൽ വലിയ സ്പെഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആരെങ്കിലുമാണ് ഞാൻ ഇതിവൃത്തമായി എടുക്കുക. എന്നിട്ടൊരു സിനിമയോ സൃഷ്ടിയോ പുസ്തകമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അവരെ അറ്റാക്ക് ചെയ്ത് വിമർശിച്ചുകൊണ്ടായതുകൊണ്ട് അതിന് നേരെ ഒരു പ്രതിഷേധം അടിച്ചു പൊങ്ങും. ഈ അടിച്ചു പൊങ്ങുമ്പോൾ നല്ല അഡ്വർടൈസ്മെന്റ് ആകും. ഈ പരസ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആ മറവിൽ പിന്നെ ബുക്കുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ചൂടപ്പം പോലെ വിൽക്കും. ഇല്ല, പരസ്യം ഇല്ല, പ്രതിഷേധത്തിന്റെ ആളുകൾ ഒരു ടെമ്പററി വികാരമായിരിക്കും, അതങ്ങ് പോവുകയും ചെയ്യും.
സുബ്ഹാനല്ലാഹ്. അയാൾ ഏറ്റവും കൂടുതൽ വിൽക്കണമെന്ന് ആഗ്രഹിച്ച സിനിമക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതിവൃത്തമാക്കി. നല്ല മനസ്സിലല്ല, നബി തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സിനിമ ഇറക്കി. ഇറക്കിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഭാവികമായും ലോകം മുഴുവൻ പ്രതിഷേധത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങി. അത് ടെമ്പററി വികാരമല്ല, അത് അക്രമാസക്തവുമല്ല, നശീകരണാത്മക പോരാട്ടമല്ല, നിർമ്മാണാത്മക സമരം തന്നെ, അർത്ഥവത്തായ സിൻസിയറായ പ്രതിഷേധമാണ്. അത് പെട്ടെന്ന് അവസാനിക്കുമെന്ന് കരുതി നടന്നില്ല. ഞാൻ മുസ്ലിമാകുന്നതിൻ്റെ അന്ന് വരെ ഞാൻ വീക്ഷിച്ചു, ആദ്യം തുടങ്ങിയ ഡിഗ്രിയിൽ തന്നെയാണ് പ്രതിഷേധം നിൽക്കുന്നത്. അപ്പൊ ഇതെന്താ, ഇത് നിലനിൽക്കുന്ന പ്രതിഷേധം ഇത്ര ആത്മാർത്ഥമായി ലോകം മുഴുവൻ ഇതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ ഞാൻ പ്രവാചകരുടെ വ്യക്തിത്വം പഠിക്കാൻ ഇറങ്ങി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷക്കാലത്തെ പഠനം കൊണ്ട് മനസ്സിലായി, പുന്നാര നബി തങ്ങൾ സ്നേഹസാഗരത്തിലെ കപ്പിത്താനാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ ഒരു ചെറിയ പോറലില്ല. പഠിക്കാൻ ഇറങ്ങിയപ്പോ പഠിക്കാൻ സോഴ്സുകൾക്ക് ക്ഷാമമില്ല. പുന്നാർ റസൂലുള്ളാഹിന്റെ ചരിത്രമോ പെർഫെക്റ്റ് ആണ്, സമ്പൂർണ്ണ ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. സുബ്ഹാനല്ലാഹ്. അയാൾ എന്ത് ചെയ്തു? അങ്ങനെ പഠിച്ച് ഖുർആനിലേക്ക് കടന്നു. ഖുർആനിലേക്ക് കടന്നിട്ട് ആ ഖുർആനിലൂടെ അയാൾ പരിശുദ്ധ ഇസ്ലാം മതം ആശ്ലേഷിച്ചു. ഖുലൂ തക്ബീർ. അല്ലാഹ്, അതിനില്ല ഒരു വോളിയം. ഖുലൂ തക്ബീർ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇദ്ദേഹം. മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞ് അറിയിച്ചിട്ട് ആരും വിശ്വസിച്ചില്ല. അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ലെന്നും മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നുമുള്ള സത്യസാക്ഷ്യവും അതോടൊപ്പം ഡൂൺ കുറിച്ചിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട് കടുത്ത ഇസ്ലാം വിരുദ്ധനായ ഡൂണിന്റെ തമാശയായി മാത്രമേ ആദ്യഘട്ടത്തിൽ അനുയായികൾ കരുതിയുള്ളൂ. പിന്നീട് ഹേഗ് സിറ്റി മേയർക്ക് താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന കത്ത് ഔദ്യോഗികമായി നൽകിയപ്പോഴാണ് എല്ലാവരും ആ വിഷയം ഉറപ്പിച്ചത്. അയാളുടെ ഫോട്ടോ അടക്കം ഇതിനകത്തുണ്ട്. പ്രസ് കോൺഫറൻസ് വിളിച്ചിരുന്നു അയാൾ അവിടെ. എന്നിട്ട് സൗദി അറേബ്യയോട് അദ്ദേഹം ഒരു ചെറിയ റിക്വസ്റ്റ് നടത്തി. ഇയാൾ ആരാ? ഡെൻമാർക്കിലെ ഫ്രീഡം പാർട്ടിയുടെ മുൻ MP ആണ്. ജില്ലൻസ് പോസ്റ്റനിലെ കാർട്ടൂൺ വരച്ച ആ രാജ്യത്ത് നിന്നുള്ള MP ആണ്. നിങ്ങൾ മനസ്സിലാക്കണം എത്രമാത്രമാണ് റസൂലുള്ളാഹിന്റെ സ്വാധീനമെന്ന്. പുന്നാര നബി തങ്ങളെ ഇകഴ്ത്തിയവർ മുഴുവൻ പുകഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ്. അത് മാറി വരാതെ നിവൃത്തിയില്ല. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉംറക്ക് പോണം. അങ്ങനെ ഉംറക്ക് വന്നു. 9 മാസം മുമ്പ് ഹജ്ജിന് 8 മാസം മുമ്പ് ഉംറക്ക് വന്നു. ഉംറക്ക് വന്നിട്ട് മദീനയിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഇത് വേൾഡ് വൈഡായ ക്യാപിറ്റൽ ഓഫ് പീസ്, സമാധാനത്തിന്റെ തലസ്ഥാന നഗരി ലോകത്ത് മദീനയാണ്. മദീനയാണ് ശാന്തിയുടെ ലോക തലസ്ഥാനം. എന്നിട്ട് ഇപ്രാവശ്യത്തെ ഹജ്ജിന് വന്നു. ഞങ്ങളൊക്കെ ആ ഹജ്ജിന്റെ വേളയിൽ അയാളുടെ പത്രസമ്മേളനം നടന്ന വിവരം മിനായിൽ വെച്ച് തന്നെ അറിഞ്ഞു. മിനായിൽ വെച്ച് പത്രക്കാർ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ സൗദി ഗവൺമെന്റിനോട് പറഞ്ഞത്, ദയവ് ചെയ്തെനിക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ഞാൻ പശ്ചാത്താപവിവശനാണ്. എനിക്കിനി മരിക്കുന്നത് വരെ മദീനയിൽ കഴിഞ്ഞുകൂടണം. മരിക്കുന്നത് വരെ മദീനയിൽ കഴിയാൻ എനിക്കൊരു പെർമിഷൻ തരുമോ? സൗദി പറഞ്ഞു, നിതാഖാത്തിന്റെ ടൈമാണ്, ഇപ്പോ തൽക്കാലം തിരിച്ചു പോവുക, പിന്നീട് ടെക്നിക്കൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആലോചിക്കാം. അയാൾ മാത്രാണോ? അന്നത്തെ പത്രത്തിൽ തന്നെ, എല്ലാ പത്രത്തിലും ഉണ്ട് കേട്ടോ, അന്നത്തെ പത്രത്തിൽ തന്നെ റാപ്പ് സംഗീതജ്ഞൻ ജോർജ് ഗ്രീൻ മദീനയിലെ പണ്ഡിതന്മാരോടൊപ്പം, അമേരിക്കയിലെ
വലിയ സംഗീതജ്ഞനായിരുന്ന ഹജ്ജ് കർമ്മം നിർവഹിച്ച നിർവൃതിയിൽ പ്രമുഖ അമേരിക്കൻ റാപ്പ് സംഗീതജ്ഞൻ ജോർജ് ഗ്രീൻ എന്ന ഇബ്രാഹിം വിശുദ്ധ ഖുർആനും പ്രാർത്ഥനകളും തഹ്ലീലും തന്റെ മനസ്സിന് കുളിര് പകരുന്നതായി പറഞ്ഞിട്ട് അദ്ദേഹം മദീനയിലെ റൗള ശരീഫ് സന്ദർശിച്ച് പ്രമുഖ പണ്ഡിതരെ കണ്ടിട്ട് പറഞ്ഞു, മദീന പോലെ കൽബിൽ കയറിയ ഒരു സ്ഥലമില്ല, അതാണ് മദീന. അൽ മദീനത്തു കൽകീരി, മദീന ഉല പോലെയാണ്. കൊല്ലന്റെ ആല എന്ന് പറയില്ലേ, ആല പോലെയാണ്. പ്യൂരിറ്റിയുടെ സെന്ററാണ് മദീന. മോമിനീങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ മനുഷ്യ സഹജമായ എല്ലാ അഴുക്കുകളും ശുദ്ധീകരിക്കുന്ന പ്രക്രിയ മദീനയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. മദീനയെ ഒന്നും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. ഒരിക്കലൊരു മഹാനായ വലിയ അവിടെ വന്നു, ഞാൻ ഇനി നീട്ടി പറയുന്നില്ല. അവിടെ വന്നപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട് മദീന? നമ്മളെല്ലാവരും ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ വിഷമിച്ച് സൈഡിൽ നിൽക്കുന്ന എന്തിനാ? റസൂലുള്ളാഹിനെ തവസ്സുലാക്കി നമുക്കൊരു 5 മിനിറ്റ് ദുആയിരുന്ന് പിരിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനയിൽ വന്ന ആ മഹാനായ വലിയ ഇങ്ങനെ ചോദ്യം ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ തൈര് മാത്രം എനിക്ക് പിടിച്ചില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. റസൂലുള്ളാഹിന്റെ നാടല്ലേ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുന്നു റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ല നിനക്ക് എൻ്റെ നാട്ടിലെ തൈര് പിടിച്ചില്ല അല്ലേ? ഞെട്ടി ഉണർന്നു. സുബഹി വരെ കരഞ്ഞു, ഇബാദത്തെടുത്തു അല്ലാഹുവിന്, സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിക്ക്. സുബഹി നിസ്കരിച്ച ഉടനെ മദീനയിലെ മുഫ്തിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ ചൂട് അഥവാ ഒരു ഗൗരവമായി പോയി നമ്മൾ കാരണമെന്ന് തോന്നിയാൽ സ്വഹാബത്ത് ചെയ്യൽ പതിവ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കലാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ഇന്ന് രാത്രി കിടന്നുറങ്ങ്, എന്തെങ്കിലും ഒരു ഡയറക്ഷൻ വരും, അല്ലാതെ എനിക്കൊന്നും പറയാൻ വയ്യ. രാത്രിയായപ്പോൾ അവിടെ പോയി കിടന്ന ഈ മഹാൻ രാത്രി കാണുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, റഈസുൽ മുഫസ്സിരീനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ മദീനയിൽ നിൽക്കണ്ട, പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോയിക്കോ. സുബ്ഹാനല്ലാഹ്, ആ പുന്നാര നബി തങ്ങളെ പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട പാദത്തിനടിയിൽ പറ്റിയ മൺതരി മുതൽ അവിടുത്തെ ശഅർ മുബാറക് വരെ ആദരിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മളാകണം. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, കഴിഞ്ഞ അങ്ങേ വർഷം മദീനയിൽ ശൈഖുനായ പി ഉസ്താദുമായി 12ാം രാവിന് അവിടെ എത്തിയപ്പോൾ ഏതൊക്കെ മജ്ലിസുകളിലാണ് ചീഫ് ഗസ്റ്റായി ഉസ്താദ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന മജ്ലിസുകളാണ്. അതിൽ പണ്ഡിത സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്നു. 2000-ഓളം പള്ളികൾ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കരം കാരണമായി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി പണിതിട്ടുണ്ടെന്ന് ഡോക്ടർ ഹുസൈൻ സഖാഫി അതാ ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ അത് കേട്ടിരുന്ന ആലിമീങ്ങൾ പ്രത്യേകം ദ്വാരന്നിട്ട് ഖന്ദഖ് അഥവാ സബഉ മസാജിദ് നിൽക്കുന്ന സ്ഥലത്ത് മലയുടെ അപ്പുറം പുന്നാര നബി തങ്ങൾ 6 ദിവസം താമസിച്ചൊരു പള്ളി പൊളിഞ്ഞു കിടന്നിരുന്നു. അത് മൈമനി കുടുംബം റീകൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ ഇഫ്തിതാഹ്, ഓപ്പണിംഗ് കർമ്മം, ആ പള്ളിയുടെ ഉദ്ഘാടനം ഈ ഹജ്ജിന്റെ വേളയിൽ നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചത് ശൈഖ് അബൂബക്കറിനെ കൊണ്ടാകാം എന്ന് പറഞ്ഞ് ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ കൊണ്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ ഒരു വലിയ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ മസ്ജിദുൽ ആധാർ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ശൈഖിന് സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുത്ത് അളവ് പാത്രത്തിന്റെ പഴയ കാലം മുതൽ സൂക്ഷിച്ചു വരുന്ന സ്വത്തെടുത്ത് അത് കയ്യിൽ ഗിഫ്റ്റായി കൊടുക്കുകയാണ്. അതേ മൈമനി കുടുംബത്തിന്റെ ദത്തൂർ റിദ്വാന്റെ നേതൃത്വത്തിലുള്ള സംഘം
യാത്ര പറഞ്ഞു വരാനൊരുങ്ങുമ്പോ പുന്നാര റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ മീതെയുള്ള പറ്റിപ്പിടിച്ച പൊടിയുണ്ടല്ലോ, അബൂ ശുജാഅ തങ്ങൾ എന്ന വലിയ മഹാൻ റൗദാ ശരീഫ് ഡെവലപ്പ് ചെയ്ത സ്ഥലത്ത് ഫാത്തിമ ബീവിയുടെ വാതിലിന്റെ ഗ്രില്ലിലൂടെ നോക്കിയാൽ മമ്പുറം തങ്ങളുടെ മഖാമ പോലെ കെട്ടിപ്പൊക്കിയ ഒരു ഖബർ കാണാം. അത് അബൂ ശുജാഅ തങ്ങൾ എന്ന ഖാദിമിന്റെ ഖബറാണ്, മദീനത്തെ പള്ളിയിലെ മുഅദ്ദിന്റെ ഖബറാണ് കേട്ടോ. ആ മഹാനുഭാവൻ കഥാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് താടി നീട്ടി വളർത്തിയിട്ടാണ് റസൂലുള്ളാഹിന്റെ ഖബറു ശരീഫിന് പുറത്തുള്ള പൊടിയെടുത്തത്. ആ പൊടി അവിടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ കുടുംബത്തിന്റെ പുരാവസ്തു ശേഖരത്തിൽ നിന്ന് അല്പമെടുത്ത് പൊതിഞ്ഞ് ഉസ്താദിന് ലാസ്റ്റ് സമ്മാനമായി കൊടുക്കുകയാണ്. ഇത് നിരന്തര സംഭവമാണ്. ഞാൻ നേരത്തെ പോയത് ഞങ്ങൾക്ക് യാദൃച്ഛികമാണെങ്കിലും ഉസ്താദിന് നിരന്തര സംഭവമാണ്. ഞാൻ അന്നേരം പറഞ്ഞത് ഈ മഹാനായ മുഅദ്ദിൻ ഞങ്ങളോട് നേരെ ദ്വാരക്കാൻ പറഞ്ഞു. ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയൊക്കെ ഓതിക്കഴിഞ്ഞപ്പോ ശൈഖുനാ AP ഉസ്താദ് ഈ മദീനത്തെ പണ്ഡിതനായ പള്ളിയിലെ മുഅദ്ദിനോട് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് വിട്ടുപോയതാ ബാക്കി പറയാൻ. അങ്ങനെ മുഅദ്ദിനോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കണം, റസൂലുള്ളാഹിന്റെ ചാരത്ത് നിങ്ങളാ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ മുഅദ്ദിൻ ദ്വാരക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫരിജു ബിഹിൽ ഖുറബ്. സുബ്ഹാനല്ലാഹ്, സലാത്തുൻ നാരിയ ചൊല്ലി ദ്വാരക്കും. ദുആ എല്ലാം കഴിഞ്ഞു, ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചു. അവിടെ ഖുസൂസിയായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് തമറുണ്ട്. ആ ഈത്തപ്പഴം എടുത്ത് ഉസ്താദിന് ഒരെണ്ണം കൊടുക്കാനൊരുങ്ങിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, എനിക്ക് 3 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് അബൂബക്കറിന് 7 എണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. തുഫൈലിയായി കൂടിയ ഞങ്ങൾക്ക് കിട്ടി. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാ, ഇപ്പം മദീനത്തെ പള്ളി ഡെവലപ്മെന്റിന് 4 ഇരട്ടി ഡെവലപ്മെന്റാണ് ഇപ്പൊ നടക്കുന്നത്. അതിനാദ്യ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്ത പ്ലാൻ നബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തിന്റെ നേരെ വീണ്ടും വിശാലമായി കാലി കിടക്കുന്ന സ്ഥലത്തെ ഡെവലപ്മെന്റാണ്. അബ്ദുള്ള രാജാവ് പറഞ്ഞു, അവിടേക്ക് ഇനി ഇപ്പോൾ പള്ളി നീട്ടണ്ട, നമുക്ക് ഇടത് സൈഡ് നീട്ടിയാൽ മതി, അവിടുത്തെ ബിൽഡിംഗ് പൊളിച്ച് നീട്ടാനാണ് രാജാവ് ഓർഡർ കൊടുത്തത്. ഈ രാജാവിന് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണം എന്ന് ഷെയ്ഖ് അബൂബക്കർ അഹ്മദിനോട് പറയുകയാണ്. നിങ്ങൾ ആലോചിക്ക്, റസൂലുള്ളാഹിന്റെ മുഖത്തിന് നേരെ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയാണ് ഖിബലയുടെ ഭാഗം. അവിടേക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് കരുതുമ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ വലത്തോട്ട് തിരിഞ്ഞിരുന്ന് ദിക്റും ദുആയും ചൊല്ലണം നിസ്കാരം കഴിഞ്ഞാൽ. അവിടെ വന്നപ്പോൾ ശാഫി ഇമാം അങ്ങനെ ഇരുന്നില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ ബാക്കിലായി പോകും. അതുപോലെ വിശ്വാസികൾ മുഴുവൻ വേദനിക്കുന്ന വിഷയമാണത്. എന്നിട്ട് ഈ മുഅദ്ദിൻ പറയാ, ഈ മെഹ്റാബ് പോലത്തെ സ്ഥലമുണ്ടല്ലോ, ഇത് ഇമാമത്ത് നിൽക്കുന്നവർക്ക് സലാം പറഞ്ഞ് അനുമതി ചോദിച്ചു പോകാനുള്ള സ്ഥലമാ. ഇവിടുന്ന് അനുമതി ചോദിക്കാതെ പോയിട്ടുള്ള ഇമാമും സത്ഹിലേക്ക് പോയിട്ടുള്ള മുഅദ്ദിനും ഇവിടെ നീണാൾ വാണിട്ടില്ല. ഇത്രയും വലിയ മഹാനായ കടുകട്ടിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനെ കുറിച്ച്, അതും റസൂലുള്ളാഹിന്റെ നാട്ടിലെ മദീനക്കാരനായ പണ്ഡിതനെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ ചാരത്ത് എപ്പോഴും വാങ്ങി വിളിക്കുന്ന മഹാനായ പണ്ഡിതനെ കുറിച്ച് വഹാബിയ എന്നങ്ങ് തട്ടിവിടുമ്പോ, ഈ ദുൽഹജ്ജ് 4 എൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, എൻ്റെ ദൃസാക്ഷി വിവരണം എൻ്റെ മനസ്സിലിരിക്കുമ്പോ പൊട്ടിപ്പോയതാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം ഫിത്നകൾ കേൾക്കുന്നതിൽ നിന്ന് പോലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം വലിയ അദാബുകൾ വന്നാൽ എല്ലാവർക്കും പെട്ടുപോകും. അതുകൊണ്ട് അള്ളാഹു ആരും നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയില്ല. അവരും ഹിദായത്തിലാകട്ടെ. ദാഇയുടെ കടമ അതാണ്. റബ്ബേ, നിന്റെ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അദബ് കെട്ടവരുടെ ശർറിൽ നിന്ന് ഞങ്ങൾ നീ കാക്കണം റഹ്മാനേ എന്ന് മാത്രം നമുക്ക് ദുആരക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്നേഹം, ഈ സ്നേഹത്തോട് ബന്ധപ്പെട്ട വാചകം, ഈ സ്നേഹത്തോട് ബന്ധപ്പെട്ട എഴുത്ത് അതെവിടെയും ആർക്കും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതല്ല.
ബിലാൽ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ പോകുന്ന സമയത്ത് മക്കൾ കരയുമ്പോ വാ തറബാ, എനിക്ക് വലിയ സന്തോഷമാണ് മക്കളെ, കരയണ്ട. കിന്നി ഉലാഖി ഗദൻ അഹിബ്ബതി വറസൂലല്ലാഹ്, എനിക്ക് റസൂലുള്ളാഹിനെയും എൻ്റെ ഇഷ്ട സഹചാരികളെയും നാളെ എനിക്ക് കണ്ടുമുട്ടാം, അതുകൊണ്ട് നിങ്ങൾ കരയണ്ട എന്ന് പറയുന്ന മുഹിബ്ബീങ്ങൾ. അതേ റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു കേട്ടപാടെ വീണ് മരിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു കുഴഞ്ഞു വീണുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ തളർന്നുപോയി. അലി റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇരുത്തമിരുന്നിട്ട് മണിക്കൂർ കണക്കിന് എഴുന്നേറ്റിട്ടില്ല. അങ്ങനത്തെ വലിയ മഹബത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം വാങ്ങിന്റെ ധ്വനി മുഴക്കിയിട്ട് അശ്ഹദു അന്ന മുഹമ്മദാ എന്ന ഭാഗം വരുമ്പോ ഗദ്ഗദകണ്ഠനായി കണ്ടമിടറി വാങ്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഒഫീഷ്യൽ വാങ്ക് വിളിയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരു സമയത്ത് പറയുമ്പോ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിൽ ഒരു വാങ്ക് മുഴക്കിയിട്ട് അതേ അശ്ഹദു അന്ന മുഹമ്മദാ എന്ന ഭാഗം വരുമ്പോ താഴെ വീണുപോയില്ലേ. പൂങ്കുയിലിന്റെ വാങ്കിന്റെ നാദം കേട്ട് തടിച്ചുകൂടിയ ജനം മുഴുവൻ റസൂലുള്ളാഹി വഫാത്തായ ദിവസം കരഞ്ഞതുപോലെ കരഞ്ഞില്ലേ. അതുകൊണ്ട് മദീനയെ സ്നേഹിക്കണം, മദീനക്കാരെ സ്നേഹിക്കണം, റസൂലുള്ളാഹി സ്നേഹിച്ചത് മുഴുവനും സ്നേഹിക്കണം. നബിതങ്ങളെ സ്നേഹിച്ചു മഹബത്ത് വെച്ച ആശിഖീങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ സംരക്ഷണത്തിന്റെ ലോകത്ത് പുന്നാര നബിതങ്ങളുടെ കാരുണ്യം കൊണ്ട് പൊതിയുമെന്നതിലും നമ്മൾ ഉദാഹരണം കണ്ടു. ഇനിയും എത്രയോ ഉദാഹരണം പറയാനുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്റെ SSFന്റെ കൂട്ടുകാരെ, ഈ സ്നേഹ പരിസരം നമുക്ക് വിശാലമാക്കി കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ റസൂലിനോട് മഹബത്ത് വെക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഡിവിഷനിലെ SSFന്റെ സാരഥികൾ, ഈ മജ്ലിസ് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട നമ്മുടെ ഷഹീദായ മർഹൂം KTC അബ്ദുൽ ഖാദറിന്റെ ആത്മാവിന് മുന്നിൽ സമർപ്പിക്കാൻ പറ്റിയ സമ്മാനമാണെന്ന ആ വലിയ വികാരം നമ്മുടെ മനസ്സിലില്ലേ മക്കളെ? അല്ലാഹുവും റസൂലും പറഞ്ഞ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതികാരമില്ലായ്മയുടെയും അതുപോലെ എല്ലാ ഭാഗത്തും കനത്ത സൂക്ഷ്മതയുടെയും വിനയത്തിന്റെയും കാരണത്താലല്ലയോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഉലമാക്കൾ പറഞ്ഞപ്പോൾ പഞ്ചപുട പുച്ഛമടക്കി വികാരമർത്തിപ്പിടിച്ചു നാം ജീവിച്ചത്. അതിന്റെ സൽഫലം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല മക്കളെ. ആഖിറമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലോകം. ദുനിയാവിൽ അത് ചെറിയ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മഹബത്തിൽ ഉറച്ചു നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഉമ്മമാരടക്കം പ്രിയപ്പെട്ട നിങ്ങളുടെ മക്കളെ, ചെറുപ്പക്കാരെ SSFന്റെ പ്രവർത്തന പാതയിലേക്ക് പറഞ്ഞു വിടുക. SYSന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ സാന്ത്വനം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി സ്കൂളിന്റെ പേരിൽ ദഅവത്തിന്റെ പ്രവർത്തനം, അതാ മാതൃസംഗമവും സഹോദരി സംഗമവും അതുപോലെ വിവാഹപ്രായമെത്തിയവർക്കും വിവാഹം കഴിഞ്ഞവർക്കും ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രത്യേകമായ സ്റ്റഡി ക്ലാസുകൾ, കൗൺസിലിംഗ് സംവിധാനമടക്കമുള്ള ശാസ്ത്രീയമായ മതപരമായ ദഅവത്തിന്റെ മേഖല, അതുപോലെ തന്നെ സാന്ത്വനത്തിന്റെ തീരം, സാന്ത്വന സംഗമം, സാന്ത്വനം വളണ്ടിയേഴ്സ് അസംബ്ലി, ഇങ്ങനെ തുടങ്ങി അനവധി ഹെൽത്ത് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ എല്ലാ യൂണിറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഹെഡ്ക്വാർട്ടേഴ്സായി ധാരാളം ക്യാൻസർ രോഗികൾ എല്ലാ ഭാഗത്തു നിന്നും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ മുന്നിൽ അതാ ഒരു സാന്ത്വനം കേന്ദ്രം ഇൻഷാ അല്ലാഹ് SYSന്റെ സംസ്ഥാന കമ്മിറ്റി 300ഓളം വരുന്ന രോഗികൾക്ക് ബൈസ്റ്റാൻഡേഴ്സിന് അവർക്ക് കിടക്കാൻ, അവർക്ക് രോഗത്തിന്റെ ആ കീമോതെറാപ്പിയും റേഡിയേഷൻ
പരീക്ഷണം നടക്കുന്ന സമയത്ത് ആശുപത്രിയുടെ പരിചരണം ലഭിക്കാൻ, ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വലിയൊരു കേന്ദ്രം. അവരിൽ 100 പേർക്ക് നിസ്കരിക്കാവുന്ന, 100 പേർക്ക് ഒരു സമയത്ത് ക്ലാസ് നടത്താവുന്ന, ജീവിതം തന്നെ വല്ലാതെ വിഷമിച്ച് ഉള്ള സമ്പത്ത് മുഴുവനും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കളഞ്ഞ് അവസാനം ശരീരത്തിൽ നിന്നൊലിക്കുന്ന നീര് അല്ലെങ്കിൽ ഒരു എല്ലിന്റെ കോലവായി എത്ര വലിയ കുടുംബക്കാരും സമ്പന്നരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വിഷമിച്ച് കിടക്കുന്ന അവസ്ഥ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാം ആ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ റഹ്മാനേ. ആ തരം പ്രവർത്തനങ്ങളിലൊക്കെ സാന്ത്വന രംഗത്തൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 2-3 വെള്ളിയാഴ്ചക്കപ്പുറം ഒരു വെള്ളിയാഴ്ച 10:30 മണി സമയം SSFന് വേണ്ടി ഓടി നടന്ന അബ്ദുറഹ്മാൻ അഹ്സനി എന്ന ചെറുപ്പക്കാരൻ, ഒരു പിഞ്ചോമന കുഞ്ഞിന്റെ പിതാവ്, മഹാനായ ശൈഖുന സമസ്തയുടെ ഉപാധ്യക്ഷൻ സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, തലേന്ന് വ്യാഴാഴ്ച വരെ ദർസ് നടത്തി 10:30 വരെ SSFന്റെ പ്രവർത്തനത്തിനോടി നടന്നു. ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ക്ഷീണം, കിഡ്നി ഫെയിലുവർ ആണെന്ന് മാസങ്ങൾക്ക് മുമ്പേ അറിയാവുന്നത് കൊണ്ട് ക്ഷീണം പറഞ്ഞപ്പോൾ അടുത്തിരുന്നവർക്ക് കണ്ണു നനഞ്ഞു. ഉടൻ സുലൈമാൻ ഉസ്താദിനെ വിവരമറിയിച്ചു. സുലൈമാൻ ഉസ്താദ് എന്നോട് നേരിട്ട് പറയുകയാണ്, എന്നെ അറിയിച്ച ഉടനെ ഞാൻ അങ്ങോട്ട് ചെന്നു സഖാഫി. എന്നിട്ടപ്പോൾ എൻ്റെ മകൻ അല്ലാഹ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് മകനെ എന്ന് വിളിച്ചില്ല. കാരണം ഓ എന്ന് മറുപടി പറയുന്നൊരു വാക്ക് അതിൻ്റെ ഇടയ്ക്ക് വേണ്ട എന്ന് കരുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനൊരു അല്പ ഉച്ചത്തിൽ ചൊല്ലി. എൻ്റെ മകൻ അതിനേക്കാളും ഉച്ചത്തിൽ പല പ്രാവശ്യം ചൊല്ലിയിട്ട് പുഞ്ചിരിയോടെ തനിയെ തന്നെ കണ്ണ് ചിമ്മിയടച്ച് ഈ ലോകത്തോട് ജുമാക്ക് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് യാത്രയായപ്പോൾ അടുത്തു നിന്ന് കരയാനൊരുങ്ങുന്നവരോട് കരയല്ല. സാലിഹീങ്ങളുടെ മരണലക്ഷണങ്ങളിൽ എൻ്റെ മകനിൽ ഏറെക്കുറയും ഞാൻ കണ്ടു. എന്നാലും മഗ്ഫിറത്തിനും റഹ്മത്തിനും നിങ്ങൾ ദ്വാരുന്നോളൂ മക്കളെ, ഒരാളും ഇവിടെ കരയരുതെന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചു ആ പിതാവ്. ഉസ്താദ് തന്നെ എന്നോട് പറയുന്നു, 5 മിനിറ്റ് നേരം ഞാൻ അവിടെ നിന്നു. കൂടുതൽ പരിപാലനമൊന്നും മോന് നടത്തി കൊടുക്കേണ്ടി വന്നില്ല. ഇനി വാങ്ക് വിളിക്കാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞാൻ ഇങ്ങ് പള്ളിക്കലേക്ക് പോരുന്നു സഖാഫി. നിങ്ങൾ ആലോചിക്കുക, പിതാവിന്റെ ഈമാൻ, ആ മകനായ ആലിമായ SSFകാരന്റെ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അനുഗ്രഹീതമായ സ്വർഗീയ പദവികൾ കൊണ്ട് അവരതീ അനുഗ്രഹിക്കണം റഹ്മാനേ. ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അടുക്കൽ ഓതിപ്പടിച്ച ഖാദിസിയ എന്ന നമ്മുടെ തെക്കൻ കേരളത്തിലെ വലിയ സ്ഥാപനത്തിൽ പഠിച്ച് ജൗഹരി ബിരുദമെടുത്ത ഹാഫിളായ മുഹമ്മദ് ഷഫീഖ് ജൗഹരി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട വിവരം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ കുട്ടി ഒരു ബൈക്ക് ആക്സിഡന്റിലാണ് മരണപ്പെട്ടത്. കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അതാ റബീഉൽ അവ്വൽ 12-ാം രാവ്, വിലാദത്തിന്റെ മബ്റൂക്കായ സമയത്ത് എല്ലാവരെയും വിളിച്ചുണർത്തി ബുറുദയുടെ വരികൾ ചൊല്ലിയ ആ പ്രിയപ്പെട്ട കുട്ടി അവിടുന്ന് ഷഹർ മുബാറക്കിന്റെ വെള്ളവും അതേപോലെ സംസം വെള്ളവും കുടിച്ച് യാത്രയായി എറണാകുളത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ അതാ ബൈക്ക് ഒരു പോസ്റ്റിലേക്ക് പോയി ഇടിച്ച് ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 12-ന് തന്നെ മരണപ്പെട്ട ആ കുട്ടിയുടെ പിതാവ് ജനാസ കൊണ്ടുവച്ച് മുട്ടയ്ക്കാവ് വലിയ ജുമാഅത്ത് പള്ളി നിറഞ്ഞ ജനത്തോട് പറഞ്ഞു, ഒരു ചെടി ഞാൻ വെച്ച് പിടിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ ചെടി എനിക്ക് തന്നത്. പക്ഷേ വളർത്തി വെള്ളം കോരി അങ്ങനെ പുഷ്പിക്കാൻ സമയമായപ്പോൾ നാഥനായ റബ്ബ് തന്നെ അത് തിരിച്ചെടുക്കുകയാണ്.
ഉടയവനെടുക്കുന്നത് കൊണ്ട് അടിമകളായ നമുക്കത് അനുസരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ല, അതിൽ സംതൃപ്തരാവാതെ നമുക്ക് ഈമാനില്ലെന്ന് പറഞ്ഞ് ആ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ കരഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പള്ളി മുഴുവനും നിന്നവരുടെ കണ്ണ് നനഞ്ഞുപോയി. ആ ഹാഫിളിനെ ഖബറടക്കിയിട്ട് 70ഓളം വരുന്ന ആ ജൗഹരിയുടെ ശിഷ്യന്മാർ ചുറ്റുഭാഗവും പിന്നെയും മണിക്കൂറുകളോളം ആളുകളൊക്കെ പോയതിനു ശേഷവും പരിശുദ്ധ ഖുർആന്റെ ഏടുകൾ ഓഹരിച്ചെടുത്ത് ഖത്മുൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന രംഗം കണ്ടപ്പോൾ ആ കുഞ്ഞിന്റെ പിതാവിനും കൂടിയ ആയിരങ്ങൾക്കും സമാധാനമായി. അവനെ കുറിച്ച് ദർസിൽ ഓതുന്ന സമയത്തു തന്നെ എല്ലാ രാത്രിയും ഒരു ബുർദ ചൊല്ലി പൂർണ്ണമായി ഓതി ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഓതി മന്ത്രിച്ചു കുടിച്ചല്ലാതെ കിടക്കില്ല. എറണാകുളം ജാമിയ ശരിയയിൽ നിന്ന് ആ ജനാസയുടെ കൂടെ നമ്മുടെ സുപ്രീം കൗൺസിലിന്റെ അംഗവും അതുപോലെ തന്നെ അലിദാരിബിയും എല്ലാം അഹമ്മദ് കുട്ടി ഹാജിയും അലിദാരിബിയും ഒക്കെ വന്നപ്പോൾ അവര് പറഞ്ഞു ഇന്നും അതൊരൊറ്റ ദിവസവും മുടക്കാറില്ല. അതുകൊണ്ടായിരിക്കണം റബീഉൽ അവ്വൽ 12 തന്നെ യാത്രയായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഷഫീഖ് ജൗഹരിയും SSFന്റെ ഒരു പ്രവർത്തകനാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഹ്സനി SSFന്റെ ഡിവിഷന്റെ നേതൃത്വമായിരുന്നു. അങ്ങനെ ലോകത്തൊരുപാട്, കേരളത്തിൽ ധാരാളം വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടെങ്കിൽ തികച്ചും വ്യതിരിക്തമായി ഉഹ്റവിയായ സ്വർഗം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ തൃപ്തി അജണ്ടയാക്കി ഭൗതിക ലോകത്തെ ചുമരെഴുത്തുകൾ വായിച്ച് പ്രതികരണ ശേഷിയിൽ നിർമ്മാണാത്മക ശൈലി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന് എൻ്റെ ഉമ്മ ഉപ്പ നിങ്ങൾ താങ്ങും തണലുമാകണേ. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട SSFകാരന്റെ ഖബർ ഈ നാട്ടിലാണ്. ആ സാഹചര്യത്തെ ഇനിയും മനസ്സിലോർത്തെടുക്കാൻ, അതൊന്ന് പ്രകടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരിക്കലും അബ്ദുൽ ഖാദറിന് ദുആയിരക്കാത്ത ഒരൊറ്റ വേദിയും SSFനില്ല, SYSനില്ല. നമ്മുടെ ഉലമാക്കൾ ഈ വയോവൃദ്ധമായ സമയത്തും താജുൽ ഉലമയുടെ കൈയെടുത്ത് ദ്വാരക്കുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് റാഹത്ത് നൽകണമെന്ന് പറയുമ്പോ, മരണപ്പെട്ടവർക്ക് നൽകണമെന്ന് പറയുമ്പോൾ അബ്ദുൽ ഖാദറിന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കളും അതുപോലെ സഹചാരികളും അടങ്ങുന്ന അമ്പലക്കണ്ടിയുടെ സമൂഹത്തോട് പറയട്ടെ, നിങ്ങളാതലക്ക് അബ്ദുൽ ഖാദറിന്റെ വിഷയത്തിൽ ദുഃഖിക്കേണ്ടതില്ല. തീർച്ചയായും അബ്ദുൽ ഖാദറിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തഹ്ലീലുകളും ദുആകളും പ്രവഹിച്ചുവെങ്കിൽ ഒരുപക്ഷേ ചില അത്തരം ദുഷ്ടശക്തികളുടെ പ്രത്യേകമായ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ അത്തരമൊരു ഷഹാദത്തിന്റെ പുണ്യം കിട്ടുമായിരുന്നില്ലെന്ന നിലക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ക്ഷമിക്കുക. ഒരിടത്തും പ്രകോപനം ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു പൂച്ചയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തവന് നരകമെന്നും ഐനുൻ നജസായ പട്ടിയുടെ മുറിവ് അതാ ചികിത്സിച്ചവന് സ്വർഗമെന്നുമാണെങ്കിൽ ആ പുന്നാര നബി തങ്ങളുടെ സ്നേഹ സാമ്രാജ്യമാണ് നമ്മുടെ അജണ്ട. നമുക്ക് സ്നേഹ സമിതികൾ രൂപപ്പെടണം. അത് നമ്മുടെ മഹത്തായ പ്രവർത്തന രംഗത്തുണ്ടാകണം. നമ്മുടെ സാന്ത്വനം കേന്ദ്രത്തിൽ ഊന്നുവടി അന്വേഷിച്ചു വരുന്നവർ ഏത് സംഘടനക്കാരാണെന്ന് നമുക്ക് നോക്കാൻ അവകാശമില്ല. പാവപ്പെട്ടവനാരായിരുന്നാലും നമ്മുടെ കാരുണ്യത്തിന്റെ തളിക വിരിച്ചു കൊടുക്കണം മക്കളെ. കാരുണ്യത്തിന്റെ മട്ടുപ്പാവിലെ തണലവർക്ക് കൊടുക്കണം കേട്ടോ. സാന്ത്വനം കേന്ദ്രം, അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഇവിടുത്തെ SSFന്റെ പിന്തുണയോടെ നടക്കണം. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ സംഘം, അതിന്റെ രൂപീകരണ പ്രക്രിയ നടക്കുന്ന പ്ലാറ്റ്ഫോം എറണാകുളം എന്ന വ്യാവസായിക നഗരിയുടെ തിരുഹൃദയത്തിൽ 3 ദിവസം 10,000 കണക്കിന് വിദ്യാർത്ഥികൾ പ്രാഥമിക
പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മതിയായ സൗകര്യങ്ങൾ ലഭ്യമാകാതിരുന്നിട്ട് ഒരു വിരലനക്കം പോലും അതാ ആവശ്യമില്ലാത്ത സമയത്ത് പ്രകടിപ്പിക്കാതെ വളരെ മിയർലി ഡിസിപ്ലിൻ, വളരെ വ്യക്തമായ അച്ചടക്കത്തോടെ അവിടെ ഇരുന്ന രംഗം അതാ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതായിരുന്നില്ലേ? ആ അച്ചടക്കം മാത്രമല്ല, മദ്യം തൊട്ടു നോക്കാത്ത, മയക്കുമരുന്നിനടിമപ്പെടാത്ത, മാതാപിതാക്കളെ ദ്രോഹിക്കാത്ത, ജ്യേഷ്ഠന്മാരോട് വെറുത്തു പറയാത്ത, അനുജന്മാരോട് സ്നേഹിക്കുന്ന, പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിന്റെ മുഹിബ്ബുകളും ആശിഖുകളുമായി 2000 സ്വലാത്ത് ഞാൻ ഇന്ന് ചൊല്ലിയിട്ടേ കിടക്കൂ എന്ന് പറഞ്ഞാൽ, സഖാഫി എന്റെ മകനുണ്ടല്ലോ അന്ന് 2000 തീർത്തിട്ടല്ലാതെ കിടക്കാറില്ലെന്ന് സുലൈമാൻ ഉസ്താദ് പറയുകയാണ്. ശൈഖുനാ പൊന്മള ഉസ്താദിന്റെ ജാമാതാവ് കൂടിയായിരുന്നു അഹ്സനി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അമ്പലക്കണ്ടിയുടെ ഈ ഗ്രാമത്തിൽ ആയിരക്കണക്കിന് പ്രത്യേകമായ ഒരുപാട് വികാരങ്ങൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുമ്പോഴും ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഇത് ഓതിത്തുന്ന ഖുർആനിക വാചകം, തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുക മക്കളെ. അല്ല, തിന്മക്ക് തിന്മയില്ല. നമ്മളോട് എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് അപകടം കാണിച്ചവർ നാളെ ഈ പ്രസ്ഥാനത്തിന്റെ വലിയ ഊർജ സ്രോതസ്സുകളായി ഈ നാട്ടിൽ തന്നെ ചിലപ്പോൾ രംഗത്ത് വന്നേക്കാം. അങ്ങനെ പ്രതീക്ഷിക്കണമെന്നാണ് മാതാവിന്റെ ആളുകൾ തായിഫിന്റെ ചെരുവിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോൾ പുന്നാര നബി തങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹസാഗരത്തിൽ മുങ്ങാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദുആ ഇറക്കുന്നതിന്റെ മുന്നോടിയായി ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു, ഈ സംഘടനയും ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകാൻ ശാരീരിക മാനസിക സാന്നിധ്യം കൊടുത്ത് അനുഗ്രഹിച്ച നിങ്ങൾ ചെറിയൊരു സാമ്പത്തിക സഹായം കൂടി ചെയ്യണം. ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ തരത്തിൽ ഒരു ചെറിയ സഹകരണം ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളെ, ഈ സംഘത്തെ ഞാൻ നിലനിർത്തുമെന്ന നിയ്യത്തോടെ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, നബിതങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കാൻ എന്ന നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഇപ്പോൾ പിരിയുകയല്ല. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യോത്സവിൽ സംസ്ഥാന ലെവലിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ മിടുക്കന്മാരുടെ ഗാനവിരുന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്തുമായി ബന്ധപ്പെട്ട ആ ലോകത്ത് വളരെ ഓർമ്മിക്കാൻ പറ്റിയ ഗാനവിരുന്ന് കൂടി ഈ സദസ്സിലുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നബിതങ്ങളുടെ പരിശുദ്ധമായ ആ മഹബത്തിന്റെ തവസ്സുലായ അശ്റഖ് ബൈത്ത് ചൊല്ലി ഒരുമിച്ച് നമുക്ക് പിരിയാം. അതിനു മുമ്പ് ദുആ ഇറക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ സാർത്ഥവാഹക സംഘത്തെ സഹായിക്കാൻ ഇൻഷാ അല്ലാഹ് 10,000 രൂപ ഞാൻ കൊടുത്തേക്കാമെന്ന് പറയാൻ പറ്റിയ ഒരാള് ഈ മജ്ലിസിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ 10,000 കൊടുക്കും. ഈ സംഘാടക സമിതി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസ അധികം വന്നാൽ എവിടെയും കൊണ്ട് കലക്കി കളയൂല. മറിച്ച് പണ്ഡിതന്മാരും സാദാത്തുക്കളും പറയുന്ന ദീനീ പ്രവർത്തനത്തിന് മാത്രമേ ചെലവഴിക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ വകയായൊരു 10,000 രൂപ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു 5,000 രൂപ, അല്ലെങ്കിൽ ഒരു 1000 ഉറുപ്പിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഇൻഷാ അല്ലാഹ് എന്റെ മാനസികവും ധാർമ്മികവുമായ പിന്തുണ അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനത്തിന് എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ ചെയ്യട്ടെ എന്ന നിയ്യത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ മഹബ്ബത്തിന്റെ ഒരു സാമ്രാജ്യം പണിവ് പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യമോടെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന നാം അല്ലാഹുവേ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അത് സാധ്യമാക്കണേ റഹ്മാനെ. ആരാ ഒരാൾ തുടങ്ങാൻ? ഒരാളും തുടങ്ങിയ കഴിയുന്നത് കൊണ്ടായിക്കോട്ടെ. 10,000 ചോദിച്ചപ്പോൾ കൂടിപ്പോയി എന്ന് വിചാരിച്ച് ആരാ? ഒരു സഹോദരൻ 1000 രൂപ ഖുലൂ തക്ബീർ. അല്ലാഹ്
പടച്ചവനെ എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയണേ റഹ്മാനെ, എല്ലാവിധ റാഹത്തും നൽകണേ റഹ്മാനെ. അതാ അടുത്തൊരു സഹോദരൻ 500,000 രൂപ ഇതാ കയ്യിലേക്ക് കൊണ്ടു തന്നിരിക്കുന്നു. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. 2 പേരായി പുന്നാർ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട് നബിതങ്ങളെ ഒന്ന് കാണണമെന്ന് കൊതിയോടെ ഈ തരുന്ന മഹത്തായ മജ്ലിസ് ഇന്ന് രാത്രി നമുക്ക് കൂടുതൽ ഉറക്കമൊഴിയാൻ കഴിയില്ല.